ശ്രീ ശങ്കർ രാമകൃഷ്ണൻ, ശ്രീ സഞ്ജയ്, ശ്രീ ബാബു ജനാർദ്ദനൻ, മോഡറേറ്റർ ശ്രീ അനന്തപത്മനാഭൻ. എല്ലാവർക്കും നമസ്കാരം. സർഗാത്മക സാഹിത്യവും തിരക്കഥയും, അതാണ് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഈ സെഷൻ്റെ വിഷയം. സാഹിത്യവും സിനിമയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളും സർഗാത്മക സാഹിത്യകാരന്മാർ തിരക്കഥാ രചയിതാക്കളാകുമ്പോൾ ഉണ്ടാകുന്ന ഗുണദോഷങ്ങളും വിശകലനം ചെയ്യുന്ന ഒരു പാനൽ ചർച്ചയാണിത്. അപ്പോൾ അതിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ ഔദ്യോഗികമായ കർത്തവ്യം. ഇതിൽ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് ശ്രീ മധുപാലിനെയാണ്. അദ്ദേഹം ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അധികം പറയരുത്, എന്നാലും എനിക്കൊരു 2 വാചകം പറയാതിരിക്കാൻ വയ്യ. നമുക്ക് എല്ലാവർക്കും സിനിമ താരം എന്ന നിലയിൽ എല്ലാവർക്കും സുപരിചിതനാണ്. അതുകൂടാതെ തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്. പിന്നെ അനേകം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആനുകാലികങ്ങളിലെ ധാരാളം ചെറുകഥകളും ഇദ്ദേഹത്തിൻ്റെതായിട്ട് വായിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ തലപ്പാവ്, ഒഴിമുറി എന്ന് പറയുന്ന സിനിമകൾ ധാരാളം അവാർഡുകൾ വാങ്ങിക്കൊണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഏറെ പ്രശസ്തനായ ഇദ്ദേഹത്തിനെ ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് നമുക്ക് ലഭിച്ചത് ഒരു ഭാഗ്യമാണ്. അദ്ദേഹത്തിനെ ഈ മാടമ്പുകുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അടുത്തതായി ശ്രീ ശങ്കർ രാമകൃഷ്ണൻ. ഇദ്ദേഹം ഇതുപോലെ തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്, നിർമ്മാതാവാണ്, നടനാണ്. ഇപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് സ്പിരിറ്റ് എന്ന സിനിമയിലൂടെയും ഇദ്ദേഹത്തിനെ നമുക്ക് ഏറ്റവും പരിചിതനായിട്ടുള്ളത്. നമ്മുടെ ഓർമ്മകളിൽ നിന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു ഇദ്ദേഹം. പിന്നെ ധാരാളം സിനിമകളുടെ സംവിധായകനായിട്ടും എല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും മാടമ്പുകുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ്റെ പേരിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ശ്രീ സഞ്ജയ്. അദ്ദേഹം ജനപ്രിയ സിനിമകളിലൂടെ നമുക്ക് പരിചിതനാണ്. സഞ്ജയ് ബോബി കൂട്ടുകെട്ടിലെ സഞ്ജയ് ആണ് ഇദ്ദേഹം. നമ്മെ എല്ലാവരെയും കരയിച്ച എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന സിനിമ ഉൾപ്പെടെ പല വ്യത്യസ്തമായ സിനിമകൾ ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അടുത്തത് ശ്രീ ബാബു ജനാർദ്ദനൻ. അദ്ദേഹം തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്. തിരക്കഥകളാണ് നമുക്ക് കൂടുതൽ പ്രശസ്തമായ അനന്തവൃത്താന്തം, ഒരു കൊച്ചുഭൂമി കിലുക്കം, കച്ചിലേർത്ത് ചുണ്ടൻ, അച്ഛനുറങ്ങാത്ത വീട് തുടങ്ങിയ നിരവധി സിനിമകളുടെ തിരക്കഥ ഇദ്ദേഹമാണ് രചിച്ചിട്ടുള്ളത്. ഇപ്പം ഇത്തരം പ്രശസ്തരെ നമ്മുടെ ഈ പാനലിലേക്ക് ഇന്ന് കിട്ടിയത് ശരിക്കും നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഒരു ഭാഗ്യമാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തോളൂ. ശ്രീ അടുത്ത ഇതിൽ മോഡറേറ്റർ ആയിട്ടുള്ളത് ശ്രീ അനന്തപത്മനാഭനാണ്. വളരെ പ്രശസ്തനായ സിനിമ, നമ്മുടെ സിനിമ എന്താ പറയുക, ലോകത്തെ ഒരു അനശ്വര സംവിധായകനായിട്ടുള്ളത് ശ്രീ പത്മരാജൻ്റെ മകനാണ്. അച്ഛൻ്റെ സ്മരണാർത്ഥം മകൻ്റെ കുറിപ്പുകൾ എന്നൊരു പുസ്തകം ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. DC ബുക്സാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ഏഷ്യാനെറ്റിലെ ക്രിയേറ്റീവ് പ്രൊഡ്യൂസറാണ്. പിന്നെ കുഞ്ഞു ഡബലിച്ചിനെ പറ്റിയിട്ട് ചില TV ഷോകൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഇന്ന് ഈ പരിപാടിയിൽ സന്നിഹിതരായിരിക്കുന്ന എനിക്ക് എല്ലാവർക്കും ഈ പാനൽ ചർച്ചയിൽ നല്ല ക്രിയേറ്റീവായിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വ്യാഴവട്ടത്തിന് ശേഷമാണ് ഈ മുറ്റത്ത് വരുന്നത്. അവസാനം വന്നത് 2013 ഏകദേശം ഇതേ സമയത്ത് മാതൃഭൂമി ചാനലിൽ അദ്ദേഹത്തെ മാടമ്പുകുഞ്ഞുകുട്ടൻ സാറിൻ്റെ ഈ വഴിത്താരയിൽ എന്ന പ്രോഗ്രാം ചെയ്യാനാണ് വന്നത്. ആദ്യം വന്നത് 2002 2003 എൻ്റെ ദേശം എന്ന് പറയുന്ന ഇന്ത്യ വിഷനിലെ ഒരു പ്രോഗ്രാം ചെയ്യാനാണ് വന്നത്. പിന്നീട് അമൃത TV വർക്ക് ചെയ്യുമ്പോൾ പൂരവുമായി ബന്ധപ്പെട്ട ഒരു ഫീച്ചർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനുണ്ടായിരുന്നു. അങ്ങനെ 3 തവണ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അതല്ലാതെ പലപ്പോഴും അദ്ദേഹവുമായി കാണുവാനും സംസാരിക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. എൻ്റെ പിതാവുമായി അദ്ദേഹത്തിന് നല്ല അടുപ്പമുണ്ടായിരുന്നു. അശ്വത്ഥാമാവ് ബാംഗ്ലൂർ ഫെസ്റ്റിവലിൽ കാണിച്ച അതേ വർഷമായിരുന്നു, അതേ സമയത്ത് തന്നെയായിരുന്നു പെരുവഴിയമ്പലവും. അപ്പോൾ അവർ തമ്മിലുണ്ടായിരുന്ന ഒരു ചങ്ങാത്തത്തെ പറ്റിയൊക്കെ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. 18 അടി
സ്നേഹപ്പതിറ്റടിക്ക് നമവുമാകും. ഈ പതിറ്റടി എന്ന വാക്ക് മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം ആ വാക്ക് ഞാൻ ആദ്യം അറിയുന്നത് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ്റെ സാഹിത്യത്തിലൂടെയാണ്. പിന്നീട് തീർച്ചയായിട്ടും വീട്ടിയുടെ കണ്ടിരിക്കാനാവിലും ഒക്കെ പതിറ്റടി വരുന്നുണ്ട്. പതിറ്റടി എന്നാൽ ഉച്ചതിരിഞ്ഞ് നിഴൽ 10 അടി മുന്നോട്ട് നീങ്ങുന്ന സമയം. നമ്മൾ ഏകദേശം ഒരു പതിറ്റടിയിലാണിത്. അപ്പോൾ ആ വാക്ക് പഠിപ്പിച്ച ആളിൻ്റെ സ്മരണ ഒരു പതിറ്റടിയിൽ തന്നെ തുടങ്ങുന്നത് വളരെ ഐശ്വര്യമായി തോന്നുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആണ് ഇവിടെ ഇരിക്കുന്നവർ. പലരും ശൈശവകാലം തൊട്ടുള്ള സുഹൃത്തുക്കളാണ്. ശങ്കർ രാമകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ പിതാവും എൻ്റെ പിതാവും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഡോക്ടർ രാമകൃഷ്ണൻ, അദ്ദേഹവും വളരെ ചെറിയ പ്രായത്തിൽ നമ്മളെ വിട്ടുപോയ ആളാണ്. സഞ്ജയും ബോബിയും ഞങ്ങളൊക്കെ ഒരു 3-4 വയസ്സ് തൊട്ട് ഒരുമിച്ച് കളിച്ച് വളർന്നവരാണെന്ന് പറയാം. പെരുവഴിയമ്പലം നിർമ്മിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രേംപ്രകാശാണ്. കൂടെ ഇവിടെ പറന്ന് പോലുള്ള ചിത്രങ്ങൾ, അച്ഛൻ്റെ ചിത്രങ്ങൾ അദ്ദേഹമായിരുന്നു നിർമ്മിച്ചിരുന്നത്. പെരുവഴിയമ്പലം പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1977-78 കാലഘട്ടത്തിൽ തിരുവനന്തപുരത്താണ്. അന്ന് ഏറ്റവും ഇളയ ആൾ തങ്കം ജനിച്ചിട്ടില്ല, ഇവരുടെ സഹോദരി. അപ്പോൾ അന്ന് തിരുവനന്തപുരത്ത് വന്ന് ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. തൊട്ടടുത്ത ചിത്രം ഒരിടത്തൊരു ഫയലാൻ. എല്ലാത്തിലും ഞാൻ കറിയാച്ചൻ മാമൻ എന്നാണ് വിളിക്കുന്നത്. കറിയാച്ചൻ മാമൻ മിക്കവാറും അച്ഛൻ്റെ എല്ലാ പടങ്ങളിലും ഉണ്ടാകും. അപ്പോൾ കുമരകത്താണ് ഷൂട്ട് ചെയ്യുന്നത്. കുമരകത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അവരുടെ വീട്ടിലായിരുന്നു താമസം. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ ഒരു ശൈശവ സ്മൃതികളുടെ ഭാഗമാണ് ഇവരൊക്കെ. മധുബാലൻ ഞാനുമായിട്ട് കഴിഞ്ഞൊരു 30 വർഷമായി വളരെ അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹത്തെ ഞാൻ കാണുന്നത് എൻ്റെ അച്ഛൻ്റെ ഫ്ലാറ്റിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് 1990-ലാണ്. അന്ന് ശ്രീ രാജീവ് അഞ്ചലിനോടൊപ്പം വളരെ ഇതിലും സുമുഖനായ, ഇതിലും ചെറുപ്പക്കാരനായ മധുബാലനെയാണ് കാണുന്നത്. എന്തുകൊണ്ടോ അന്ന് തൊട്ട് ഈ പ്രായവ്യത്യാസമൊന്നും അറിയില്ല. അതുകൊണ്ട് അന്ന് തൊട്ടേ മധു എന്ന് വിളിച്ച് ഇനിയിപ്പോൾ മാറ്റാനൊന്നും പോകുന്നില്ല. മാറ്റിയാൽ പുള്ളി സമ്മതിക്കുകയുമില്ല എന്നറിയാം. അപ്പോൾ വളരെ വളരെ അത്രയ്ക്കൊന്നും ഈസി അല്ലാത്ത ഒരു സബ്ജക്റ്റാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. വിഷയം സാഹിത്യവും തിരക്കഥാരചനയും. ഇത് എവിടെയോ വായിച്ചിട്ടുണ്ട്. ഈ വൺ ഓഫ് ദി ഇമ്പൾസസ് ഓഫ് ആർട്ട് ഈസ് ടു ഫൈൻഡ് ഓർഡർ ഇൻ ദ ക്യാബോസ്. ഒരു അങ്കലാപ്പിനുള്ളിലെ അടുക്ക് കണ്ടെത്തലാണ് കല എന്നാണ് പറയുന്നത്. എന്ന് പറയുന്നത് പോലെയാണ് സാഹിത്യം എന്ന ഒരു വനത്തിലെ ഒരു അങ്കലാപ്പിൽ നിന്നും ഒരു കഥ അല്ലെങ്കിൽ ഒരു തിരക്കഥ കണ്ടെത്തൽ ആണ് ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ കല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതും ഒരു ഫൈൻഡിങ് ആൻ ഓർഡർ ടു ദ ക്യാവോസ്, ദാറ്റ് ഈസ് ലിറ്ററേച്ചർ. വാസ്തവത്തിൽ സാഹിത്യവും സിനിമയും തമ്മിൽ അത്ര ബന്ധമുണ്ടോ എന്നൊക്കെ എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. M.T. വാസുദേവൻ നായർ പറഞ്ഞിട്ടുണ്ട്, സാഹിത്യത്തിൽ എഴുതപ്പെട്ട വാക്ക് അന്തിമമാണ്. അവിടെ പ്രജയും പ്രജാപതിയും ഞാൻ തന്നെയാണ് ആദ്യ വായനക്കാരൻ. അവിടെ എനിക്ക് ആരോടും ഉത്തരം പറയേണ്ടതില്ല. സിനിമയിൽ അങ്ങനെയല്ല എന്ന് എൻ്റെ പിതാവ് പത്മരാജൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സാഹിത്യം പോലെ കടലാസിൽ എഴുതപ്പെടുന്നു എന്നല്ലാതെ സാഹിത്യവുമായി സിനിമയ്ക്ക് വലിയ ബന്ധമൊന്നുമില്ല, തിരക്കഥയ്ക്ക് വലിയ ബന്ധമൊന്നുമില്ല. ഇതര സാഹിത്യ സൃഷ്ടികളെക്കാൾ ഒരുപക്ഷെ സിനിമയ്ക്ക് ബന്ധം ചിത്രകല, പെയിൻറ്റിങ്, വർണ്ണങ്ങൾ, എഡിറ്റിംഗ്, നിശബ്ദത, ഇതുമൊക്കെ ആയിട്ടാണ് എന്ന് പറയുന്നത്. അപ്പം മലയാളത്തിൽ ഈ സാഹിത്യവും സിനിമയുമായി ഏറ്റവും കൂടുതൽ പരിചിതരും ഏറ്റവും കൂടുതൽ അംഗീകൃതരായ 2 പേർ പറഞ്ഞ ഗുരുവാക്യങ്ങളായി ഞാൻ കാണുന്നുണ്ട്. സാഹിത്യവും സിനിമയും തമ്മിൽ അങ്ങനെ വലിയ അടുപ്പമുള്ള ഒരു ബന്ധമില്ല. തീർച്ചയായിട്ടും ആ അങ്കലാപ്പിൽ നിന്നൊരു അടുക്ക് കണ്ടെത്തുന്നതാണ് ഒരു തിരക്കഥാകൃത്തിൻ്റെ വലിയ ഒരു ഒരു വലിയ ഓർഡിയൽ എന്ന് പറയുന്നത്. ഇവരൊക്കെ ഈ സൃഷ്ടിയിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ്. ശ്രീ മധുപാൽ സാഹിത്യത്തിൽ നിന്നും വളരെ നല്ല സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. ശ്രീ ജയമോഹൻ്റെ ആത്മകഥയിൽ നിന്നും ഒഴിമുറി ഉണ്ടാക്കിയതും, പാറപ്പുറത്ത് തൊട്ട് ഇന്ദുഗോപൻ്റെ വരെ നോവലുകളിൽ നിന്നും പരമ്പരകൾ ഉണ്ടാക്കുകയും ചെയ്ത ആളാണ്. സഞ്ജു ശ്രീ N. മോഹനൻ്റെ കഥയിൽ നിന്നും സീരിയൽ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും അവർ സിനിമകൾ ധാരാളം ചെയ്തിട്ടുണ്ട്. ശങ്കറിനും ധാരാളം അത്തരം അനുഭവങ്ങളുണ്ട്. ഇവർക്കൊക്കെ തീർച്ചയായിട്ടും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ പറ്റും. ശ്രീ ബാബു ജനാർദ്ദൻ വരുന്ന വഴിയാണ്. അദ്ദേഹം സാഹിത്യത്തെ ഉപജീവിച്ച് തിരക്കഥ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോലും സാഹിത്യം അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വാസ്തവം പോലുള്ളൊരു സിനിമ കാണുമ്പോൾ നമുക്കറിയാം. കാരണം വാസ്തവത്തിൻ്റെ ഒരു എല്ലാവർക്കും അറിയുന്ന പോലെ അതിൻ്റെ ഒരു സ്വാധീനം തകഴിയുടെ ഏണിപ്പടികളാണ്. അതേ കഥയുടെ ഒരു ട്രാക്ക് തന്നെ അദ്ദേഹം തന്നെ അത് അംഗീകരിച്ചിട്ടുള്ളതാണ്.
തീർച്ചയായിട്ടും ഇവർക്കൊക്കെ ഇത് പറയാൻ യോഗ്യരാണ്. ഇവരെല്ലാം ഈ രണ്ട് മേഖലയോടും ചേർന്ന് നിൽക്കുകയോ അതിൽ പ്രവർത്തിക്കുന്നവരോ ആയതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഇവരുടെ വാക്കുകൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. എനിക്ക് തോന്നുന്നത് ഇതൊരു പ്രസംഗമാക്കാതെ ഇത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെ നമുക്ക് ഒരു വേദിയിൽ ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതായിരിക്കും കുറേ കൂടി ഉചിതം എന്ന് തോന്നുന്നതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ ഇരിപ്പിടത്തിലേക്ക് പിൻവാങ്ങുന്നു. അതുകൊണ്ട് തന്നെ അതിലേറ്റവും യോഗ്യനായ ഒരാൾ അതേപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ശ്രീ മധുപാലന് ദീർഘകാലമായി അദ്ദേഹവുമായി മാടമ്പ് തിരുമേനിയുമായി വലിയ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ചയിലേക്ക് കിടക്കാം. നമസ്കാരം. ഈ മനയിലേക്ക് എൻ്റെ ആദ്യത്തെ വരവൊന്നുമല്ലാതെ ഒരുപാട് വർഷം മുമ്പ് 80കളിൽ 76, 77, 78 പീരീഡുകളിൽ പാലക്കാട് ഞാൻ ഉണ്ടായിരുന്ന കാലത്ത് ഈ TR അജയൻ്റെ ആലോചന എന്ന് പറയുന്നൊരു സാഹിത്യവേദി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവിടെ ഒരുപാട് എഴുത്തുകാരെ കൊണ്ടുവരും. ആ എഴുത്തുകാരെ മുഴുവൻ കേൾക്കാനുള്ള ഭാഗ്യമുണ്ട്. അവിടെ പോയിരിക്കുക എന്നതാണ്. ഇതേ കാലത്ത് കഴിഞ്ഞ് പലരെയും കേട്ട് വന്നു കഴിഞ്ഞപ്പോൾ ചില വാക്കുകളും ചില രൂപങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വല്ലാതെ കയറി വരും. അങ്ങനെ രൂപം കൊണ്ട് കയറി വന്ന ആദ്യത്തെ മനുഷ്യനാണ് അക്ഷരാർത്ഥത്തിൽ മാടമ്പ് കുഞ്ഞുകുട്ടൻ. പിന്നെ ആ ഒരു വരവ് തന്നെ ഒരു വല്ലാത്ത വരവാണ്. അതൊരു സാധാരണ വരവല്ല. അദ്ദേഹത്തെ അടുത്ത് പരിചയമുള്ള എല്ലാ മനുഷ്യന്മാർക്കും അറിയാവുന്ന കാര്യമാണ്. മുറുക്കി ചുവപ്പിച്ച ചുണ്ടും അതിൻ്റെ ഒരു കറുപ്പും നിൽപ്പും എല്ലാം അതേ രൂപം. പിന്നീട് ഞാൻ ഈ അശ്വത്ഥമാവ് സിനിമയാക്കപ്പെട്ടപ്പോൾ നമ്മൾ പറയില്ല ബാക്ക് ഷോട്ട് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. ഈ സിനിമയ്ക്കകത്തൊരു ഒരാൾ നടന്നു പോകുന്ന ഷോട്ട്, അത് ഇന്നും എൻ്റെ മനസ്സിൽ അത് ഒരിക്കലും വന്നു. കുറേ മരങ്ങൾക്കിടയിലൂടെ ഒരു ഇരുട്ടത്ത് പുറംതിരിഞ്ഞ് നടന്നു പോകുന്ന ഒരു മാടമ്പ് കുഞ്ഞുകുട്ടനുണ്ട്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു മനുഷ്യൻ കഥ എഴുതുകയും അതിന് തിരക്കഥ എഴുതുകയും അതിൽ അഭിനയിക്കുകയും ചെയ്യുന്ന ഒരാൾ. എനിക്ക് തോന്നുന്നു ലോകത്ത് ഒരു സാഹിത്യകാരനും ഒരു നടനും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം അതൊരു പുസ്തകമാണ്, ലിറ്ററേച്ചറാണ്. മാടമ്പിൻ്റെ അശ്വത്ഥമാവിന് ശേഷം ഭാഗ്യം കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ആ മനുഷ്യനോടൊപ്പം എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് അഗ്നിസാക്ഷി എന്ന സിനിമയിലായിരുന്നു. എൻ്റെ അപ്പനായിട്ട് മാടമ്പ് അഭിനയിച്ചിട്ടുണ്ട്. ചിത്രപ്പൂർവ്വം ഞാനും 2 മക്കളും അപ്പനുമായിട്ട് ഉള്ള സീനുകളുണ്ടായിരുന്നു. അടുത്തത് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ട് ആ തിരക്കഥയിലും എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. സഫലം എന്ന സിനിമയിൽ. നമ്മൾ പറയില്ലേ, ജീവിതത്തിൽ ചില മനുഷ്യർ നമ്മളെ ഏതെല്ലാം വഴികളിലൂടെ കൊണ്ടുപോകുമെന്ന് അറിയണമെങ്കിൽ ആ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അശ്വത്ഥമാവ് പിന്നീട് വായിക്കപ്പെട്ടപ്പോഴും സിനിമ കണ്ടിട്ടാണ് ഞാൻ അശ്വത്ഥമാവ് വായിക്കുന്നത് സത്യത്തിൽ. പക്ഷെ അതിനു മുമ്പ് ഞാൻ വായിച്ചത് എന്തൊരു മഹാനുഭാവലു എന്ന് പറയുന്ന നോവലായിരുന്നു. അത് കലാപതിയിൽ അച്ചടിച്ചു വന്നിരുന്ന സമയങ്ങളാണ്. തിരിച്ച് അഭിജ്ഞമസ്തു, പോത്ത്, മാലാശ്രീ, നിഷാദം തുടങ്ങിയ നോവലുകളെല്ലാം ഇങ്ങനെ ഒരു ആവേശത്തോടെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെയോ നമ്മൾ നമ്മുടെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയത്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കിയ മനുഷ്യരുമായിട്ട് ഇടപെട്ടുകൊണ്ടുപോയ കാര്യങ്ങൾ ഒരു കൃതിയിലേക്ക് മാറുകയും അതിനൊരു ഭാഷ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. ആ ഭാഷ സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മൾ വെറുതെ വർത്തമാനം പറഞ്ഞു പോകുന്നതല്ലാത്ത ഒരു ഭാഷ. അതിൻ്റെ ഒരു കൗതുകവും ഉണ്ടായിരുന്നു. കാരണം ഞാൻ അതിനു മുമ്പ് വായിക്കപ്പെട്ട കൃതികളിൽ നിന്നും, അല്ലെങ്കിൽ അങ്ങനെ വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചില്ല, എന്നെ പഠിപ്പിച്ച മാഷുമാർ, ഞാൻ പർലിയിലായിരുന്നു പഠിച്ചതൊക്കെ. അവിടെ ഒരുപാട് മാഷുമാർ സാഹിത്യവുമായി ബന്ധപ്പെട്ടില്ല. പർലി സ്കൂളിലെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ മുഴുവൻ വായിക്കുന്നതിനൊപ്പം തന്നെ തൊട്ടടുത്ത് കമലാ നെഹ്റു വായനശാലയിലെ പുസ്തകങ്ങൾ വായിച്ച് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടെ വന്നപ്പോൾ CPയെ കാണുകയും ഒക്കെ CP രാമേന്ദ്രൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ കാണുന്നു, പവനനെ കാണുന്നു, MP നാരായണപിള്ളയെ കാണുന്നു. ഇങ്ങനൊരു വല്ലാത്തൊരു ലോകം എനിക്ക് മുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. പക്ഷെ അവരൊന്നും അന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ഈ മനുഷ്യരോടൊപ്പം തന്നെ ഈ മനുഷ്യരൊക്കെ എനിക്ക് അടുത്ത് ഇടപഴകാനും പരിചയപ്പെടാനും അവരെയൊക്കെ തൊടാനും പറ്റി എന്ന് പറയുന്നൊരു ഭാഗ്യം ഉണ്ടാക്കുന്ന ഒരവസ്ഥയുണ്ടാകും. കാരണം അതൊരു നിസ്സാര കാര്യമില്ല. അവരുടെ കൈ പിടിച്ചുകൊണ്ട് അവരെഴുതിയ ആ വിരലുകളിൽ നമുക്ക് തൊടാൻ പറ്റുമ്പോൾ കിട്ടുന്ന ഒരു എനർജി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ആ എനർജി ഞാൻ ഇവിടെ വന്നിറങ്ങിയപ്പോൾ പോലും നമ്മൾ ചില മണ്ണിന് ചില കാന്തം പോലെ മണ്ണ് നമ്മളെ സ്വീകരിക്കും. ആ കാന്തം നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് പല ഇടങ്ങളിലേക്ക് നമ്മൾ പല ആവർത്തി പോകുന്നത്. അപ്പം വീണ്ടും ഈ
നടന്നുപോയ വഴികളിലൂടെ തന്നെ തിരിച്ചു നടക്കാൻ കഴിയുന്ന ഒരു ഇടമായിട്ട് പലപ്പോഴും തോന്നി. കാരണം എന്തായാലും പപ്പനാണ് സത്യത്തിൽ എന്നെ വീണ്ടും ഇതിനെ പ്രേരിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് വേറൊരു ചടങ്ങിനിടയിൽ നിന്നും ഞാൻ ബോധപൂർവം ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഈ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും അത് നഷ്ടപ്പെടുത്തരുത്. കാരണം വേറൊന്നും ഉണ്ടല്ലോ, മാടമ്പ് എന്ന് പറയുന്ന വ്യക്തിയോടുള്ള നമ്മുടെ ഒരു സ്നേഹമുണ്ടല്ലോ. ഞാൻ ഇതിനകത്ത് പറയും, സാഹിത്യം നമുക്കൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതൊരു സിനിമ എന്ന് പറയുന്നൊരു മീഡിയത്തിലേക്ക് മാറ്റുമ്പോൾ അതൊരു സാഹിത്യം വേറെയാണ്. അതിൻ്റെ ഒരു ആ ലിറ്ററേച്ചറുമായിട്ട് യാതൊരു ബന്ധവുമില്ല ചലച്ചിത്രത്തിന് എന്നുള്ളത്. ചലച്ചിത്രം വേറൊരു കാഴ്ചയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരുപാട് എഴുതി വെച്ചിട്ടുള്ള പേജ് കണക്ക് എഴുതി വെച്ചിട്ടുള്ള ജീവിതങ്ങളുണ്ടാവും. അത് മുഴുവൻ സിനിമയിലേക്ക് കാണിക്കാൻ എൻ്റെ ഒരു രീതിയിലേക്ക് പോകണമെന്നില്ല. ഞാനിതിനകത്ത് എപ്പോഴും ഉദാഹരണം പറയാറുള്ളത്, ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, ഒരു മനുഷ്യൻ, ഞാനൊരു നോവലിൽ വായിച്ച സാധനങ്ങളുണ്ടായിരുന്നു. അതും പാറപ്പുറത്തിൻ്റെ നോവലിൽ വായിച്ച ഒരു വരിയാണത്. മാത്തുക്കുട്ടി ബോംബെയിലേക്ക് പോകുമ്പോൾ അയാൾക്ക് പ്രായം 20 വയസ്സായിരുന്നു. പലവട്ടം പമ്പയാർ ഒഴുകി, പാലത്തിനടിയിലൂടെ പലവട്ടം പമ്പയാർ ഒഴുകി. കോട്ടയം സ്റ്റേഷനിൽ മാത്തുക്കുട്ടി വന്നിറങ്ങുമ്പോൾ 60 വയസ്സായിരുന്നു എന്നുള്ളത്. ഈ 40 വർഷത്തെ വളരെ എളുപ്പത്തിൽ ഒരു വരി കൊണ്ടിട്ട് പലവട്ടം പാലത്തിനടിയിലൂടെ പലവട്ടം പമ്പയാർ ഒഴുകി എന്നൊരു ഒറ്റ വരി കൊണ്ട് 40 വർഷത്തെ സ്കിപ്പ് ചെയ്യാൻ നമുക്ക് സാഹിത്യത്തിന് ചിലപ്പോൾ പറ്റും. പക്ഷെ 40 വർഷത്തെ സ്കിപ്പ് ചെയ്യാൻ സിനിമയ്ക്കകത്ത് കുറച്ച് പണിയുണ്ടെന്നാണ്. പക്ഷെ അത് പറ്റുമെന്നുള്ളത് ഞാൻ പോൾ കോക്സിൻ്റെ ഇന്നസെൻസ് എന്ന് പറയുന്ന സിനിമയിൽ കണ്ടു. ഇതേ വഴി തന്നെയാണ്, പാലത്തിനിടയിലൂടെ പലവട്ടം പമ്പയാർ ഒഴുകി എന്ന് പറയുന്ന അതേ വിഷ്വൽ ഒരു നായകനും നായികയും സ്കൂൾ കാലത്ത് കണ്ടുമുട്ടിയ കാലം മുതൽ തിരിച്ച് 60-70 വയസ്സിൽ രണ്ടുപേരും ട്രെയിനിൽ വന്നിറങ്ങുന്നതിനിടയിൽ പല ആവർത്തി ഈ രണ്ടുപേരും കൂടെ സൈക്കിളിൽ പോകുന്നു, നടന്നു പോകുന്നു, ഏജുകൾ മാറുന്നു. ഇതിനിടയിലൊക്കെ ഇൻ്റർകട്ടുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ അവർ നിൽക്കുന്ന ഒരു കൾവട്ടുണ്ട്. ആ കൾവട്ടിന് താഴെ ഒരു തോട് പോലൊരു ഇതാണ്. അതിനകത്തൂടെയുള്ള ഷോട്ടുകൾ കണ്ടപ്പോൾ പാലത്തിനടിയിലൂടെ പലവട്ടം പമ്പയാർ ഒഴുകാൻ പറ്റിയ വിഷ്വൽ കാണിക്കാൻ പറ്റുമെന്ന് സിനിമയും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പറയില്ലേ, അപ്പം അതൊക്കെ വേണമോ വേണ്ടയോ, എങ്ങനെയായിരിക്കും ഒരു സാഹിത്യത്തിലുള്ള ഒരു സിനിമയുണ്ടാകും. സിനിമയ്ക്ക് തിരക്കഥ എഴുതണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പേജ് കണക്ക് എഴുതി വെച്ച സാധനങ്ങൾ ഒറ്റ നോട്ടം കൊണ്ടും ഒരു വാക്ക് കൊണ്ടും ചിലപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റും. വിഷ്വൽ ഓറിയൻറ്റഡ് ആണ് സിനിമയ്ക്ക് പരിപൂർണമായിട്ടും ദൃശ്യങ്ങൾ കൊണ്ട് മാത്രമാണ് സിനിമ എന്നൊരു മീഡിയം ഉണ്ടായിട്ടുള്ളത്. കാരണം അതിനകത്തേക്ക് അപ്പം പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് കാരണം ദൃശ്യകലയിൽ പെയിൻറ്റിങ്ങിനാണ്, ചിത്രകലയ്ക്കാണ് ഏറ്റവും കൂടുതൽ അടുപ്പം. ചിത്രകലയുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാടകത്തിലേക്കാണ് അടുത്തൊരു. കാരണം വെച്ചാൽ 2 സംഭാഷണങ്ങളിലൂടെ ചിലപ്പോൾ ഒരു കാലത്തെ മുഴുവനും വരുത്തി തീർക്കാൻ ചിലപ്പോൾ പറ്റും. ഇത് രണ്ടും ചേർത്ത് പോകുമ്പോൾ സാഹിത്യത്തിന് എന്താണ് പങ്ക്, അല്ലെങ്കിൽ ലിറ്ററേച്ചറിന് എഴുത്തിനകത്ത് എന്താണ്, ഈ എഴുത്തിനകത്ത് എന്ത് പങ്കുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ഇതെല്ലാം എഴുതി വെച്ചത് അതിനകത്തല്ലേ എന്ന് വേണമെങ്കിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മനുഷ്യ ജീവിതത്തിനകത്തുനിന്ന് കണ്ടുമുട്ടിയ കാണുന്ന കാഴ്ചകളെ എങ്ങനെ സിനിമ എന്നൊരു മീഡിയത്തിലേക്ക് മാറ്റിയെടുക്കാം എന്ന് നമുക്ക് ആലോചിക്കാൻ, അല്ലെങ്കിൽ ഒരു വഴിയാണ് അക്ഷരാർത്ഥത്തിൽ. ഇന്നലെ ലിറ്ററേച്ചർ, ഇന്നലെ ഞാൻ പട്നായക് സാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2-3 പേര് അവിടെ കണ്ണൂരുണ്ടായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ദ്രൻസ് പോലെയുള്ള ശ്യാമപ്രസാദം ഒക്കെ ആയിട്ട് ഇവരെല്ലാം ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററേച്ചറിനകത്തൊക്കെ നമ്മൾ കയറി വരുന്ന കണ്ടം. പട്നായക് സാറ് സ്ക്രിപ്റ്റ് എഴുതി വരുമ്പോൾ ഇടതുവശത്ത് വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചില കാര്യങ്ങൾ എഴുതി വരും. ഈ നൊമ്പരത്തിപ്പൂവിനകത്തൊരു വരിയിൽ ഞാൻ ആ സ്ക്രിപ്റ്റിനകത്ത് വായിക്കുമല്ലോ, ബസ്സിൽ നിന്നും പൂക്കൾ പൊഴിയുന്നത് പോലെ കുട്ടികൾ പൊഴിഞ്ഞു വീണു എന്നത്. നമ്മൾ പറയില്ലേ, കുട്ടികൾ പൊഴിഞ്ഞു വീണു എന്ന് പറയുന്നൊരു വാക്ക് സാഹിത്യത്തിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ വിഷ്വലി നമുക്ക് പൊഴിഞ്ഞു വീഴുന്നത് പോലെ കാണിക്കാം. പക്ഷേ തൂവൽ പൊഴിയുന്നത് പോലെയോ അല്ലെങ്കിൽ പൂ പൊഴിയുന്നത് പോലെയൊക്കെ ഇത് വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന വിഷ്വലി നമുക്ക് ആലോചിക്കാം. ചിലപ്പോൾ മേ ബി ഒരു സ്ലോ മോഷൻ ഷോട്ട് ആ പിള്ളേരൊക്കെ ഒഴുകി വരുന്നത് പോലെ താഴേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് ആലോചിക്കാം. പക്ഷേ വിഷ്വലി നമ്മളിത് എങ്ങനെ ആക്കുന്നു? പക്ഷേ എഴുതി വെക്കാനുള്ള വാക്കുകളല്ല, അതിനപ്പുറത്തേക്ക് ഇതൊന്നുമില്ലാതെയും ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പാലത്തിനിടയിലൂടെ പലവട്ടം പമ്പയാർ ഒഴുകിയതുപോലെ തന്നെ നമുക്ക് വേറെ തരത്തിൽ വിഷ്വലുകളെ സാധ്യമാകും എന്നുള്ളത് കണ്ടിട്ടുണ്ട്. കാരണം പരിപൂർണമായിട്ടും തുടക്കം മുതൽ അവസാനം വരെ സംഭാഷണത്തിലൂടെ മാത്രം ഒരു നോവലായിരുന്നു. ഇടയ്ക്ക് ഒന്നുമില്ലാതെ അങ്ങനെയുള്ള കൃതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആ സംഭാഷണത്തിനിടയിൽ നിന്നും വായനക്കാരൻ വിഷ്വലിലേക്ക് വന്നു. ഒരു സാഹിത്യകൃതി എപ്പോഴും ഒരു വായനക്കാരൻ്റെ ഉള്ളിൽ
ഉണ്ടാക്കുന്ന സിനിമ പോലെ എൻ്റെ മനസ്സിൽ കാണുന്ന ഞാൻ കാണുന്ന ഒരു കൃതി ഇപ്പോൾ എം ടി വാസുദേവൻ്റെ കാലം എന്ന നോവൽ എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന അന്തരീക്ഷം എന്ന് ചിലപ്പോൾ എനിക്ക് പരിചിതമായ പാലക്കാടൻ അന്തരീക്ഷത്തേക്ക് ഞാൻ ചിലപ്പോൾ കാലത്തെ റീക്രിയേറ്റ് ചെയ്തു. പപ്പൻ ചിലപ്പോൾ മുതുകുളത്ത് നിന്നുകൊണ്ട് ആണ് പപ്പൻ അത് വായിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് പപ്പൻ വായിക്കുമ്പോൾ പപ്പൻ തിരുവനന്തപുരം എന്ന പ്രദേശം ഈ നോവലിനകത്തേക്കുണ്ട്. അപ്പം ഞാൻ കണ്ട കാലവും പപ്പൻ കണ്ട കാലവും രണ്ടും രണ്ട് വിഷ്വലുകളാണ്. ഇത് സാഹിത്യത്തിന് പറ്റും, പക്ഷേ സിനിമയ്ക്ക് അത് പറ്റും. സിനിമ ഓൾറെഡി അത് ഫിക്സഡ് ആണ്. ആ വിഷ്വൽ നിങ്ങളുടെ ലോകത്തിലെ ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലേക്കും കൊണ്ടുവരാൻ പാകത്തിലേക്ക് ആക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു കർമ്മം മാത്രമാണ് സിനിമ കൊണ്ട് ചെയ്യുന്നത്. സിനിമ മാറ്റം പറ്റില്ല. നാടകമാകുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം മാടൻ മോക്ഷം എന്ന് പറയുന്ന നാടകം ജയമോഹൻ്റെ മാടൻ മോക്ഷം എന്ന കൃതിയെ ആസ്പദമാക്കിയിട്ട് ഒരു ടീം, ആലപ്പുഴയിലൊരു ടീം ചെയ്തു. ആ നാടകത്തിനകത്തേക്ക് കറണ്ട് പൊളിറ്റിക്സും കറണ്ട് ഇഷ്യൂസും തലേ ദിവസം നടന്ന കാര്യങ്ങൾ വരെ ഇന്നത്തെ നാടകത്തിലേക്ക് ഡയലോഗായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. നാടകത്തിന് അങ്ങനെ ഒരു സാധ്യത കൂടി ഉണ്ടെന്നുള്ളത്. കാരണം ഏത് സംഭവത്തെ വേണമെങ്കിലും നാടകത്തിലേക്ക് അപ്പോൾ കൂട്ടിച്ചേർക്കാൻ പറ്റും. സിനിമയ്ക്ക് അത് പറ്റില്ല. കഥയിലും മാറ്റാൻ പറ്റും. റീപ്രിന്റ് ചെയ്ത് വരുമ്പോൾ, അത് പുസ്തകമാക്കി വരുമ്പോൾ അതിനെ മാറ്റി റീറൈറ്റ് ചെയ്യാൻ പറ്റും. സിനിമയ്ക്ക് എവിടെയെങ്കിൽ വീണ്ടും കാശ് മുടക്കി, അതൊരു സിനിമ എന്ന് പറയുന്നൊരു മീഡിയം എന്ന് പറഞ്ഞാൽ മണി ഓറിയൻറ്റഡ് ആയിട്ടൊരു ആർട്ട് ഫോമാണ്. അപ്പോൾ സമ്പത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് റീവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നതാണ്. അപ്പം അതിന് പറ്റുമില്ല എന്നൊക്കെ ഉള്ളത് അതാ നിർമ്മാതാവും സംവിധായകനും എല്ലാം ഒരാൾ തന്നെയായും മാറുമ്പോൾ അയാളുടെ സിനിമയായ ഹിറ്റർ ഓഫ് മൈ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ആ വാചകം ഉപയോഗിച്ചാൽ അത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവുകയും അയാളുടെ വെച്ചിട്ട് സിനിമ ചെയ്യുമ്പോൾ സാധ്യമല്ല. അപ്പം ലിറ്ററേച്ചറായിട്ട് കാണുകയും സിനിമയെ സിനിമയായിട്ട് കാണുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ കാഴ്ചയിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. പലപ്പോഴും ഈ ആകാശത്തിൻ്റെ പറവകൾ എന്ന് പറഞ്ഞ പാറപ്പത്തിൻ്റെ നോവൽ എടുത്ത് ടെലിവിഷൻ ചെയ്തപ്പോൾ ഞാൻ അതൊരു 47 സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളൊരു കഥയായിരുന്നു. ആ കഥയെ ഞാൻ എടുത്തു മാറ്റിയപ്പോൾ ഏറ്റവും പുതിയ കാലത്തേക്ക് മാറ്റിയിട്ട് റീപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്തത്. ആ പുതിയ കാലത്തേക്ക് നമ്മൾ റീറൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം നോവലിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ അതിനകത്തേക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അതിൽ നമ്മളൊരു എന്താ പറയുക, ഒരു ബേസ്, അടിസ്ഥാനം എന്ന് മാത്രമേ നമ്മൾ ആലോചിക്കുള്ളൂ. ആ അടിസ്ഥാനത്തെ വിട്ടുകൊണ്ട് വേറെ രീതിയിലേക്ക് മാറ്റി എഴുതുക തന്നെയാണ് സിനിമയും സാഹിത്യവും എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ആദ്യ ചിത്രം തലപ്പാവിൻ്റെ എഴുത്തുകാരനും കൂടിയാണ് ബാബു എന്ന് ഓർക്കുന്നു. സ്വാഗതം. അച്ഛൻറുങ്ങാത്ത വീട് പോലുള്ള മനോഹരമായ ചിത്രങ്ങൾ, വർണ്ണപ്പേട്ട് പോലുള്ള ജനപ്രിയ ചിത്രങ്ങൾ, മാർച്ച് 13 പോലുള്ള വളരെ വ്യത്യസ്തമായ സിനിമ, അത് സംവിധാനം ചെയ്തത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മധു പറഞ്ഞു തന്നിട്ട് ഞാനത് ബ്രേക്ക് ചെയ്തു. സോറി. അല്ല, പറഞ്ഞോളൂ. ഞാൻ സഞ്ജയിലേക്കാണ് പോകുന്നത്. സഞ്ജയ് ധാരാളം വായിക്കുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും പുത്രനായതുകൊണ്ട് ധാരാളം അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഐച്ഛിക വിഷയമായിട്ട് പഠിച്ചത് ലിറ്ററേച്ചറാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. സഞ്ജുവിൻ്റെ ഭാര്യയും ഒരു ക്രിയേറ്റീവ് റൈറ്ററാണ്. സഞ്ജു എങ്ങനെയാണ് ഈ സാഹിത്യം അല്ലെങ്കിൽ സിനിമ, ഈ രണ്ട് മേഖലകളുടെ കൊള്ളക്കൊടുക്കയെ എങ്ങനെ കാണുന്നു? എത്രത്തോളം ആകാം അല്ലെങ്കിൽ എത്രത്തോളം ആകരുത്? ഞങ്ങൾ ആദ്യമായി എഴുതിയ തിരക്കഥ എന്ന് പറയുന്നത് ഒരു സീരിയലിന് വേണ്ടിയാണ്. അവസ്ഥാന്തരങ്ങൾ എന്നായിരുന്ന സീരിയലിൻ്റെ പേര്. ജൂഡ് എട്ടിപ്പേറ്റിയായിരുന്നു സംവിധായകൻ. അപ്പോൾ ഇത് ശരിക്കും എൻ മോഹനൻ സാറിൻ്റെ ആ കഥ, അവസ്ഥാന്തരങ്ങൾ എന്ന് പറയുന്ന കഥ, എൻ്റെ ഫാദറാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പ്രേംപ്രകാശ് അദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം ഇതൊരു സിനിമയാക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. അതിൻ്റെ കുറച്ച് നീക്കങ്ങൾ നടന്നിരുന്നു. സിബി മലയിൽ ഡെന്നിസ് ജോസഫ് കൂട്ടുകെട്ടിലായിരുന്നു. സിബി സാർ സംവിധാനം ചെയ്ത് ഡെന്നിസ് ഏട്ട എഴുതുന്ന ഒരു സിനിമയായിട്ട് പ്ലാൻ ചെയ്യുക. അത് കുറേ മുമ്പോട്ട് പോവുകയും പക്ഷെ പിന്നീട് നടക്കാതെ പോവുകയും ചെയ്തു. ഒരു നിമിഷം, ഡെന്നിസ് ജോസഫ് എന്ന് പറയുന്നത് ഇവരുടെ കസിൻ തന്നെയാണ്. ഇത് കരയച്ചമാവൻ്റെ സിസ്റ്ററിൻ്റെ മകനാണ്. അതാണ് ഡെന്നിസ് ഏട്ട. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം. അപ്പോൾ ആ സിനിമ അന്ന് നടന്നില്ല. അപ്പോൾ അതിന് മുൻപ് തന്നെ എൻ്റെ ഫാദർ അതിൻ്റെ റൈറ്റ്സ് വാങ്ങിയതിന് ശേഷം ഭരതൻ സാർ ആ സിനിമയ്ക്ക് വേണ്ടി ആ കഥ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു എന്ന് കേട്ടു. പിന്നെ അത് നടന്നില്ല. അതിനുശേഷമാണ് കൈരളി ചാനലിൽ നിന്ന് ഒരു സീരിയൽ ചെയ്യാൻ എൻ്റെ ഫാദറിന് ഒരു ഓഫർ വരും. ഞങ്ങളിതിന് മുമ്പ് എഴുതിയിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട് വാങ്ങിയെടുത്ത ഒരു അവസരമായിരുന്നത്. ജൂഡ് എട്ടിപ്പേറ്റി കാണുകയൊക്കെ ചെയ്തത്. ഞങ്ങൾ ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ. കാരണം 4 പേജുള്ള ഒരു കഥ 26 എപ്പിസോഡാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമായിരുന്നില്ല. ഞങ്ങൾ ഒരു കാര്യം,
കഥ എന്തിനെടുത്തു എന്നുള്ളത് നിൽക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. അത് ഒരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ. ഞങ്ങളുടേതായ മാറ്റങ്ങളും ഞങ്ങളുടേതായ കൂട്ടിച്ചേർക്കലുകളും ഞങ്ങളുടേതായ ഡിഡക്ഷൻസും അതിലുണ്ടായാൽ മാത്രമേ ഞങ്ങൾക്ക് അത് എഴുതാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം നേരത്തെ മധുചേട്ടൻ പറഞ്ഞ പോലെ സാഹിത്യമല്ല സിനിമ. അപ്പോൾ ഞങ്ങളത് ഏറ്റെടുക്കാൻ കാര്യമെന്ന് പറയാനുള്ള ഒരു കാരണം, ആ സമയത്ത് എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു. ക്രിസ്ത്യാനിയായ ഞാൻ പ്രണയിച്ചിരുന്നത് ഒരു ഹിന്ദുവായ ഒരു പെൺകുട്ടിയാണ്. ഈ കഥയും അത് തന്നെയായിരുന്നു. ഒരു പക്ഷേ അതായിരിക്കാം എന്നെ സ്ട്രൈക്ക് ചെയ്തത്. അങ്ങനെ സ്ട്രൈക്ക് ചെയ്തപ്പോൾ അത് എൻ മോഹനൻ സാറിൻ്റെതിനേക്കാൾ എൻ്റെതായി മാറുകയായിരുന്നു അവസ്ഥാത്രങ്ങൾ. ഞങ്ങൾ അത് എഴുതാൻ തുടങ്ങുന്ന സമയം മുതൽ എൻ മോഹനൻ സാർ മാറി നിൽക്കും. ഞാൻ കുറച്ച് പറയല്ല, അങ്ങനെ വിചാരിക്കരുത്. ഞങ്ങൾക്ക് ആ കൃതി ഞങ്ങളുടേതാക്കാതെ ഒരിക്കലും എഴുതാൻ പറ്റില്ലായിരുന്നു. കാരണം ഞങ്ങൾ ആ കൃതിയെ എങ്ങനെ കാണുന്നു, അതിൻ്റെ എസൻസ് എൻ മോഹനൻ സാർ മനസ്സിലാക്കിയതുപോലെ പോലും ആയിരിക്കില്ല ഞങ്ങൾ മനസ്സിലാക്കിയത്. അല്ലെ, കഥാപാത്രങ്ങൾ അത് തന്നെയാണ്, അതിൻ്റെ ഭൂമിക കുറച്ചൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതിലെ സന്ദർഭങ്ങളും അതിൽ പറഞ്ഞിരിക്കുന്ന ചില ഫിലോസഫിയും കാര്യങ്ങളും അങ്ങനെ ഒരു കഥയാണത്. അത് ഞങ്ങളുടേതാക്കാനുള്ള ഒരു അനുവാദം അദ്ദേഹത്തിൻ്റെ മകളിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ സീരിയൽ വന്നതിന് ശേഷമാണ് ഡെന്നിസ് ചേട്ട എഴുതിയ അവസ്ഥാന്തരങ്ങൾ കാണിക്കുന്നത്. ഞങ്ങൾ എഴുതിയതും ഡെന്നിസ് ചേട്ടൻ എഴുതിയതും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കൃതി തന്നെ രണ്ടു പേർ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഞങ്ങളവിടെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയത്, ഒരു സാഹിത്യ കൃതി എടുത്ത് സിനിമയാക്കുമ്പോൾ ആ സാഹിത്യകാരൻ്റെ ഒരു ലിമിറ്റ് അവിടെ അവസാനിക്കുകയും ഫിലിം മേക്കറുടെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററുടെ അധികാരം അവിടെ തുടങ്ങുകയും ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആണ് എപ്പോഴും ഇനി അങ്ങോട്ടും അങ്ങനെ ഒരു എഴുതുകയാണെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടാൻ പോകുന്നത് അതായിരിക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അവകാശം വേണം. കാരണം നേരത്തെ MT സാർ പറഞ്ഞെന്ന് പപ്പൻ പറഞ്ഞതുപോലെ, എഴുത്തുകാരനെ സംബന്ധിച്ച് അന്തിമമാണ് എഴുതുന്നത്. അയാൾ എഴുതുന്നത് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും. പക്ഷെ തിരക്കഥാ എഴുത്തിൽ ഞങ്ങൾ ആദ്യം പഠിക്കുന്നത് കിൽ യുവർ ഫേവററ്റ് എന്നുള്ളതാണ്. നമ്മൾ എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട ഡയലോഗ് എഡിറ്റിംഗ് ടേബിളിൽ വരെ മുറിച്ച് മാറ്റപ്പെടാം. അത് നമ്മളുടെ സമ്മതത്തോടെ അല്ലാതെയോ വരെ തർക്കങ്ങളിലും ഒക്കെ ആയിരിക്കാൻ വരുന്നത്. പിന്നെ സിനിമയിലെ തിരക്കഥ എന്ന് പറയുന്നത് ഒരു എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ആർട്ടാണ്. അവിടെ ഇംപ്രവൈസേഷൻ ഒരുപാട് സാധ്യതയുണ്ട്. അവിടെ ഒരുപാട് പേർക്ക് അഭിപ്രായം പറയാനുണ്ട്. അവിടെ സംവിധായകൻ ഓഫ് കോഴ്സ്, പിന്നെ നടീനടന്മാർ, ടെക്നീഷ്യൻസ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ഇവരുടെ എല്ലാം ചോദ്യങ്ങളെല്ലാം നമ്മൾ എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ തിരക്കഥ. അതുകൊണ്ട് തന്നെയാണ് എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്നെ ഒരു എഴുത്തുകാരനായിട്ടാണ് നിങ്ങൾ അറിയുന്നത്. എൻ്റെ ഐഡന്റിറ്റി ഒരു എഴുത്തുകാരനാണ്. പക്ഷെ ഞാൻ എഴുതിയ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ എഴുതിയ എന്തെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവിടെയാണ് തിരക്കഥാകൃത്ത് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നത്. കാരണം തിരക്കഥ എന്ന് പറയുന്നത് ഒരു സിനിമ ആകാത്തിടത്തോളം കാലം ഇറ്റ് ഇസ് എ ഡെഡ് തിങ്. അതിന് യാതൊരു ഐഡന്റിറ്റിയും ഇല്ല. തിരക്കഥ സിനിമയാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അത് പ്രസിദ്ധീകരിക്കുക, അത് വേറെ കാര്യം. പക്ഷേ എഴുത്തുകാരൻ എന്ന് പറയുന്നത് കടലാസും പേന ഉപയോഗിച്ച് എഴുതുന്നു എങ്കിലും ഞാനെന്ന എഴുത്തുകാരനെ നിങ്ങൾ കാണുന്നത് തിരശീലയിലാണ്, ഒരിക്കലും എഴുത്തിലല്ല. അത്രത്തോളം അന്തരമുണ്ട് സാഹിത്യവും സിനിമയും തമ്മിൽ എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അന്തിമം എന്ന് പറയുന്ന ഒരു അവസ്ഥ സിനിമയിലില്ല. അന്തിമ തീരുമാനം എന്ന് പറയുന്ന ആരുടെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരും ഞങ്ങൾ ഇപ്പോൾ ഒരു സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബേബി ഗേൾ എന്ന് പറഞ്ഞൊരു ഫിലിം ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ പോലും ഈ സീനിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടായാലോ എന്നെൻ്റെ സംവിധായകൻ എന്നെ വിളിച്ച് ചോദിക്കുന്നു. അത് ഞാൻ എൻജോയ് ചെയ്യുന്നു. കാരണം അവിടെ ഒരു സിനിമയുടെ തിരക്കഥ ഗ്രോ ചെയ്ത് തീരുന്നത് ആ സിനിമയുടെ ഫൈനൽ മിക്സ് കഴിയുമ്പോഴാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ല സാഹിത്യം. പിന്നെ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം, സാഹിത്യം എന്ന് പറയുന്നത് വളരെ വ്യക്തിപരമായ ഒരു സ്പേസിൽ സംഭവിക്കുന്ന ഒന്നാണ്. സിനിമ എന്ന് പറയുന്നതിന് ഒരു സാമൂഹ്യ തലമുണ്ട്. നമ്മളൊരു കൂട്ടം കൂടിയിരുന്ന് കാണുന്ന ഒരു കാര്യമാണ്. ഒരു കണ്ടേജിയസ് എഫക്റ്റ് ഉണ്ട് സിനിമയ്ക്ക്. അതുകൊണ്ടാണ് ഒരു സിനിമയിലെ ഒരു തമാശയ്ക്ക് ഒരാൾ ചിരിക്കുമ്പം അതെല്ലാവരിലേക്കും വരുന്നതും അതൊരു പൊട്ടിച്ചിരിയായി മാറുന്നതും ചെയ്യുന്നത് സിനിമയുടെ ഒരു കണ്ടേജിയസ് എഫക്റ്റാണ്. സാഹിത്യത്തിന് അത് ഒരു പ്രൈവറ്റ് എക്സ്പീരിയൻസ് ആണ്, ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അതാണ് സിനിമയും സാഹിത്യമുള്ള വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ സിനിമയും സാഹിത്യവും തമ്മിൽ ഉള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു റൈറ്റർ എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സാഹിത്യം.
എൻ്റെ വായനയും എൻ്റെ വായന ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എൻ്റെ വായനയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ബോധ്യങ്ങൾ ഒരു പക്ഷേ എൻ്റെ സിനിമയിൽ പ്രതിഫലിച്ചേക്കാം. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഇൻ മെമ്മോറിയം എന്ന് പറഞ്ഞ കവിത എന്തോന്ന് ടെന്നിസന്റെ ഇൻ മെമ്മോറിയം ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ രണ്ട് സുഹൃത്തുക്കൾ ഞാൻ എൻ്റെ ലിറ്ററേച്ചർ ക്ലാസ്സിൽ പഠിച്ച ഒരു കവിതയാണത്. രണ്ട് സുഹൃത്തുക്കൾ പിരിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം അവർ കാണുന്നില്ല. ഒരാൾ ആ സ്പേസിലേക്ക് തിരിച്ചെത്തുന്നു. ആ സ്പേസിൻ്റെ പല കാര്യങ്ങളും പലതും ഇല്ല, ഒരു വീടില്ല, ഒന്നുമില്ല. ആകെ അയാൾ തിരയുന്നത് അവർ ഒരുമിച്ചിരിക്കാറുള്ള ഒരു മരം ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ്. ആ മരം അയാൾ കണ്ടെത്തുന്നുണ്ട് ആ കവിതയിൽ. ആ മരം കണ്ടെത്തുമ്പോൾ അയാൾക്കത് വല്ലാത്തൊരു ഒരു സന്തോഷത്തിൻ്റെ നിമിഷമാകുന്നുണ്ട്. ഈ കാര്യം ഞങ്ങളുടെ നോട്ട്ബുക്ക് എന്ന് പറയുന്ന സിനിമയിൽ 3 പെൺകുട്ടികൾ ചേർന്ന് ഒരു മരം നടുന്നത് ഞങ്ങൾ ചെയ്തത് ഒരു പക്ഷേ ഈ ടെന്നിസന്റെ ഇൻ മെമ്മോറിയം ആയിരിക്കാം ഞങ്ങളെ ഇൻസ്പയർ ചെയ്തത്. അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ ഒരു ATM കാർഡ് പോലെയാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഏതോ ഒരു സമയത്ത് നമ്മളുടെ ഒരു ഭാവനയിൽ നമുക്കൊരു പ്രചോദനം ആവശ്യമായി വരുമ്പോൾ ഒരു കാർഡ് വെച്ച് നമ്മൾ സ്വൈപ്പ് ചെയ്തെടുക്കുന്നു എന്നുള്ളതുപോലെ ഈ സാഹിത്യം ഒരു തിരക്കഥാകൃത്തിന്റെ തലച്ചോറിന്റെ ഏതോ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ആവശ്യം വരുമ്പോൾ അത് ഉണരുന്നു എന്നും എനിക്ക് തോന്നുന്നു. ഒരു തിരക്കഥാകൃത്ത് ഒരിക്കലും ഒരു സാഹിത്യകാരനാകണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ സാഹിത്യ ബോധം ഉണ്ടായേ തീരും എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. സാഹിത്യബോധം, കാരണം ഇപ്പോൾ നമ്മുടെ സിനിമയിൽ എത്രത്തോളം കാവ്യസാരമുണ്ട് എന്ന് ആലോചിക്കുന്ന പോലുള്ളൊരു രസകരമായിട്ടുള്ളൊരു സമസ്യയാണ് സിനിമ. ഇപ്പോൾ പ്രസൻറ്റ് സിനിമ എന്ന് പറയുന്നത്, വർത്തമാനകാല സിനിമ സാഹിത്യത്തിൽ നിന്നും വളരെ വളരെ ഒരു 7 ചുവടുമല്ല 34 ചുവടപ്പുറത്ത് തീണ്ടാപ്പാട് പാലിച്ച് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു സാഹിത്യക്രിയയെ അവലംബിച്ച് ഒഴിമുറിയെ ഞാൻ മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്. എത്ര സിനിമകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വളരെ ഇരുന്ന് ആലോചിച്ച് നോക്കി. ഓട്ടോറിക്ഷക്കാരൻ്റെ മകളൊക്കെയാണെന്ന് തോന്നുന്നു അവസാനം ഒരു ചെറുകഥയിൽ നിന്നൊരു സിനിമ ഉണ്ടാകുന്നത്. വളരെ ഒരുപക്ഷെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടാകും, അങ്ങനെയാണെങ്കിൽ പ്ലീസ് കറക്റ്റ് മീ. സാഹിത്യത്തിൽ നിന്ന് വല്ലാതെ സിനിമ അകലുന്നു എന്ന് ബാബു ജനാർദ്ദന് തോന്നിയിട്ടുണ്ടോ? നമസ്കാരം. സാഹിത്യത്തിൽ നിന്ന് സിനിമ ഉണ്ടാകുന്നു എന്ന് പറയുന്ന വർത്തമാനത്തിൽ തിരക്കഥാകൃത്ത് നിലയിൽ ഞാനൊരു തിരക്കഥാകൃത്തായി മാറിയ പ്രോസസ്സ് മലയാളത്തിലെ ഒട്ടുമിക്ക നോവലുകളും ഞാൻ തിരക്കഥയാക്കിയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞത് സാഹിത്യമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ വായനയിൽ നിന്ന് മാത്രമാണ്. നിരന്തരമായ വായന ഒരു ഹരമായി മാറിയതുകൊണ്ട് മാത്രമാണ് ഞാനൊരു തിരക്കഥാകൃത്തോ സംവിധായകനൊക്കെ ആയി മാറിയത്. സാഹിത്യത്തിനോട് തിരക്കഥാകൃത്ത് നിലയിലുള്ള എൻ്റെ ബന്ധമാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. പിന്നെ ഞാൻ സിനിമയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന തിരക്കഥകളിൽ ഒട്ടുമിക്കതും ഒന്നുകിൽ നടന്ന സംഭവങ്ങൾ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവങ്ങളും, അല്ലെങ്കിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം, ഞാൻ ഉൾപ്പെടുന്ന കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന സംഭവങ്ങളും മാത്രമാണ് ഞാൻ സിനിമയ്ക്ക് തിരക്കഥയായി എഴുതിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഭാവനയിൽ നിന്ന് കണ്ടെത്തി ആലോചിച്ച് ഭാവനയിലൂടെ സഞ്ചരിച്ച് ഒരു സൃഷ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് തിരക്കഥാരചനയിൽ, എൻ്റെ തിരക്കഥാരചനയിലുള്ള അപൂർവമായിട്ട് സംഭവിച്ചിട്ടേ ഉള്ളൂ. ഇപ്പം നോവലുകൾ സിനിമയാക്കുക എന്നുള്ളത് തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രക്രിയ. മലയാള സിനിമയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമയുടെ തുടക്കകാലവും അല്ലെങ്കിൽ ഒരു 80കളുടെ പകുതി വരെയൊക്കെ നോവലുകൾ സിനിമയാക്കുക, സാഹിത്യ സൃഷ്ടികൾ സിനിമയാക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ രീതി തന്നെ. അപ്പം അന്നത്തെ തിരക്കഥാകൃത്തുകളും സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ നല്ല നോവലുകൾ കണ്ടെത്തി അതിൻ്റെ റൈറ്റ്സ് മേടിക്കുക. അത് ഞാനിപ്പോൾ അടുത്ത് വായിച്ചാണ് ഈ പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം എന്ന് പറഞ്ഞ നോവല് സിനിമ ചെയ്യാൻ വേണ്ടി അവർ ആദ്യം ആലോചിച്ചപ്പോൾ സത്യൻ മാഷിനെ, ആക്ടർ സത്യനെയാണ് ആദ്യം അവർ സമീപിച്ചത്. അപ്പോൾ മൂപ്പര് പറഞ്ഞ പോലെ ഇത് ഞാൻ ചെയ്താൽ ശരിയാകത്തില്ല, ഇത് ചെയ്യാൻ ഏറ്റവും ബെറ്ററായിട്ടുള്ള ആൾ കൊട്ടാരക്കര ശ്രീധരൻ നായരാണ്. അങ്ങനെ മൂപ്പരോടെ പോയി അങ്ങേരെ കണ്ട് സംസാരിച്ച് അങ്ങേരെ കൺവിൻസ് ചെയ്ത് അങ്ങേരെ കൊണ്ട് ആ വേഷം ചെയ്യിച്ചാണ് സിനിമ ഉണ്ടായത്. അപ്പോൾ അന്നത്തെ സിനിമാ നിർമ്മാണത്തിൻ്റെ അല്ല സിനിമ ഉണ്ടാക്കുന്നതിന് പിന്നിലുള്ള ചിന്തകളും ധാരണകളും ചർച്ചകളും രീതിയും എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമാണ്. അന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ മഞ്ഞിലാസ് എന്ന് പറയുന്ന ആ കമ്പനിയുടെ ഓണറാണ് പല നോവലുകൾ സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ വായിച്ചറിഞ്ഞുള്ള അറിവല്ല, എനിക്ക് വേറെ പറഞ്ഞുള്ള അറിവൊന്നുമില്ല, വായിച്ചെടുത്തുനിന്ന് കിട്ടിയതാണ്.
അപ്പോൾ ഇങ്ങനെ തകഴിയുടെ ഇങ്ങനെ നോവൽ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു നോവലുണ്ട്, അത് നമുക്ക് സിനിമയാക്കാം. അതിനുശേഷമാണ് സംവിധായകനെയും നടനെയും ഒക്കെ തീരുമാനിക്കുന്നത്. ആദ്യം ഒരു നോവലിലാണ് അവർ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. പക്ഷെ മലയാളത്തിൽ കുറച്ചേറെ കാലമായിട്ട് അത് ഏറ്റവും കുഴപ്പം പിടിച്ചൊരു രീതിയായിട്ട് മാറിയിരിക്കുകയാണ്. അതങ്ങനെ പറയാനുള്ള കാര്യം വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടൊരു നോവലിൻ്റെ റൈറ്റ്സ് മേടിച്ചിട്ട് തിരക്കഥയും സംഭാഷണവും എഴുതി തീർത്തത് പത്മനാഭൻ സാറിൻ്റെ ഒരു സിനിമ, നോവലായിട്ടല്ല സിനിമയായിട്ടുള്ളൊരു സിനിമ കണ്ടിട്ട്, ആ സിനിമ 80കളിൽ കണ്ടാണ്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കണ്ട സിനിമ. പപ്പനോട് പറഞ്ഞാൽ ആ നോവൽ, ആ സിനിമ കഴിച്ച് ബാക്കി എല്ലാത്തിനും റൈറ്റ്സ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഇത് മാത്രം ആരും ചോദിച്ചില്ല എന്ന് പപ്പനൊരു കമൻറ്റും പറഞ്ഞു. അത് തിരക്കഥാരീതിയിലാക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ സഞ്ജു പറഞ്ഞ പോലെ തന്നെ ആദ്യമേ തന്നെ പപ്പൻ എന്നോട് ഇങ്ങോട്ട് തന്നെ പറഞ്ഞൊരു കാര്യം, ബാബു ഈ ഈ സിനിമയ്ക്കകത്ത് പെട്ടുപോകണ്ട, ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ വെച്ചിട്ട് നിങ്ങൾ ആലോചിക്കുന്ന നിങ്ങളുടെ രീതിയിലുള്ളൊരു തിരക്കഥ എഴുതിക്കോ, അതിനോട് സ്വാതന്ത്ര്യം ഞാനും പപ്പൻ്റെ മദറും സംസാരിച്ചിട്ടുണ്ട്, ആ രീതി വയ്ക്കും. പക്ഷേ ഇതിൻ്റെ ഒരു അഡോപ്ഷൻ അല്ലെങ്കിൽ ഇതിൽ നിന്നുണ്ടായ സ്വതന്ത്ര ആവിഷ്കാരം എന്നാണ് പപ്പൻ പറഞ്ഞ് വേട് തന്നെ. അപ്പോൾ സിനിമ നോവൽ സിനിമയാകുമ്പോൾ പദാനുപദം അത് സിനിമയാക്കുക അല്ലെങ്കിൽ അത് തന്നെ സിനിമയാക്കുക എന്ന് പറയുന്ന രീതി പലപ്പോഴും നല്ലതാകാൻ വഴിയില്ല. അങ്ങനെ സംഭവിക്കുന്ന വളരെ അപൂർവമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത് ഞങ്ങളുടെ ഇപ്പോൾ അടുത്ത് കെയ്റ്റ് റണ്ണർ എന്ന് പറഞ്ഞ നോവല് വായിച്ചിട്ട് സിനിമ കണ്ടപ്പോഴത്തേക്ക് ഒരു നോവൽ എങ്ങനെയാണ് സിനിമയാക്കേണ്ടതെന്ന് നമുക്ക് കുറച്ച് കൂടുതൽ ധാരണ കിട്ടും. എന്നുവെച്ചാൽ അതിൻ്റെ നല്ലൊരു പോർഷൻ ഒഴിവാക്കി മലയാളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ധാരാളം നോവലുകൾ. ഇപ്പം എനിക്ക് നോവൽ സിനിമയാക്കിയതിലൊക്കെ ഏറ്റവും അമ്പരന്ന രചനകൾ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് അനുഭവങ്ങൾ പാടിച്ചിട്ട് തോപ്പിൽ പാസിസ്ഥാനാണ് തിരക്കഥയായിരുന്ന എൻ്റെ ഓർമ്മ. ആ നോവൽ വായിച്ചു കഴിഞ്ഞാൽ നോവലിൻ്റെ അതുപോലെ ചെമ്മീൻ, ഇതൊക്കെ നോവലിൽ നിന്നൊന്നും മിസ്സാകാതെ, എന്നാൽ നോവലിനേക്കാൾ ഗംഭീരമായ തിരക്കഥയായിരുന്നു ചെമ്മീൻ്റെയും അനുഭവങ്ങൾ പാടിച്ചവരുടെയൊക്കെ. അതുപോലെ ഒത്തിരി ധാരാളം ഇപ്പം പത്മനാഭസാറൊക്കെ പിന്നെ മൂപ്പരുടെ തന്നെ നോവലുകളാണ് സിനിമകളാക്കിയത്. വേറൊരാളുടെ നോവൽ ഇങ്ങനെ റൈറ്റ്സ് മേടിച്ച് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും മകുടോദാഹരണം എന്ന് പറയുന്ന രചനകൾ എനിക്ക് തോന്നിയിരിക്കുന്നതൊക്കെയാണ്. ഇപ്പം നോവൽ ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞ അഭിപ്രായത്തോട് തന്നെയാണ് ചോദിക്കുന്നത്. നോവൽ സിനിമയാക്കുമ്പം നോവൽ അപ്പാടെ സിനിമയാക്കിയല്ല ചെയ്യുക, കഥാകാരൻ്റെ സംവിധായകൻ്റെ തിരക്കഥാകൃത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോവലിസ്റ്റ് കാണാത്തൊരു വെർഷൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു അഭിപ്രായം. സിനിമയുടെ സംഭാഷണം അതിലൊരു വലിയ ഘടകമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, സാഹിത്യ മൂല്യമുള്ള സംഭാഷണങ്ങൾ നമ്മുടെ സിനിമയിൽ നിന്ന് പതുക്കെ കൈമോശം വരുന്നതായി തോന്നുന്നുണ്ട്. സാഹിത്യം പറയുന്നത് എന്തോ ഒരു കുറഞ്ഞ കാര്യമാണെന്നോ അല്ലെങ്കിൽ അത് ഒരു ഒബ്സൊലീറ്റ് ആണെന്നോ ഒക്കെ വിചാരിക്കുന്ന ഒരു വലിയ ഒരു ജനറേഷനാണ് വളർന്നു വരുന്നതെന്ന് തോന്നുന്നു. താൻ എഴുതിയിട്ടുള്ള തിരക്കഥകളിൽ വളരെ കുറുക്കി കൊള്ളുന്ന സംഭാഷണങ്ങൾ, അതിൽ സാഹിത്യ മൂല്യമുള്ള സംഭാഷണങ്ങൾ എഴുതിയിട്ടുള്ള ശങ്കറിനോട് ആണ് എൻ്റെ ചോദ്യം. എവിടെയോ വായിച്ചിട്ടുണ്ട്, എന്താണ് ഒരു ഡയലോഗ് റൈറ്റിംഗ് ഈസ് നോട്ട് എ വൊക്കാബുലറി കോൺടെസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ആ ഒരു വാസ്തവത്തിൽ നമ്മുടെ മനസ്സിലിപ്പം മെയിൻ സ്ട്രീം സിനിമ എടുത്താൽ പോലും രാജാവിൻ്റെ മകനിലൊക്കെ വിൻസെൻ്റ് ഗോമസ് പറയുന്ന സാഹിത്യം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ വളരെ ആവശ്യത്തോടെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് അതിനൊരു പതിത്വം വരുന്നതായിട്ട് തോന്നുന്നു? ഇപ്പോഴും നല്ല സാഹിത്യ മൂല്യമുള്ള സംഭാഷണങ്ങൾ ഇവിടെ സ്വീകരിക്കപ്പെടുകയില്ലേ? എൻ്റെ ഒരു സംശയമാണ്. ഒരുപക്ഷെ ഞാൻ ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല. എന്നെക്കാൾ കുറച്ചുകൂടി ചെറുപ്പം ആയിട്ടുള്ള ശങ്കർ രാമകൃഷ്ണനോട് ഈ ചോദ്യം ചോദിക്കുന്നു. സദസ്സിലും വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരായ ആൾക്കാർക്ക് മുന്നിൽ ഈ ഒരു ഗഹനമായ വിഷയത്തിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതിനേക്കാൾ വളരെ റീസെൻ്റായിട്ട് എനിക്ക് നേരിട്ട് അനുഭവമുള്ള ചില കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കരുതിയത്. പക്ഷേ മധുചേട്ടനിൽ നിന്ന് തുടങ്ങി സഞ്ജയേട്ടനിലൂടെ ബാബുചേട്ടനിലൂടെ ഇതിപ്പോൾ വരുന്നതൊരു വളരെ അക്കാഡമിക് ആയിട്ടുള്ള ഒരു സർക്കിളിലൊക്കെ പബ്ലിഷ് ചെയ്യാവുന്ന ഒരു രസകരമായിട്ടുള്ള ഡയമെൻഷനുള്ള ഒരു ചർച്ചയായിട്ടാണിത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാനിതിൻ്റെ രസച്ചരട് ബ്രേക്ക് ചെയ്യുന്നില്ല. ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞിട്ട് അതിനൊരു ആമുഖം പറഞ്ഞിട്ട് ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളൊരു ചലച്ചിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ കാണുന്ന ഒരു ചലച്ചിത്ര കണ്ടു തുടങ്ങുന്ന ഒരു ആൾ പോലും കാണുന്ന സിനിമകൾ എന്ന് പറയുന്നത് പഥേർ പാഞ്ചാലിയിലേക്കാണ്. അത് നമ്മൾ ഡെഫിനറ്റ്ലി നമുക്കറിയാവുന്ന കാര്യം, അതൊരു ലിറ്ററേച്ചറിൽ നിന്നും അഡാപ്റ്റ് ചെയ്യപ്പെട്ട ഒരു മെറ്റീരിയലാണ്. നമ്മൾ കണ്ട ചാരുലത പോലെയുള്ള സിനിമകൾ, കാഞ്ചന സീത പോലെയുള്ള സിനിമകൾ, ഇതെല്ലാം തന്നെ മൃഗയ പോലെയുള്ള പാണിഗ്രഹി എഴുതിയ ഷിക്കാറിൽ നിന്നും അവലംബിച്ച സിനിമയാണ്. അങ്ങനെ പല സിനിമകളും ആദ്യകാലങ്ങളിൽ പലപ്പോഴും സിനിമ സാഹിത്യത്തിനോട് ചേർന്ന് നിന്ന് അതിൻ്റെ കോർ മെറ്റീരിയൽ കണ്ടെത്തി
അതിനുശേഷം ഇന്നിപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞൊരു 15 years ആയിട്ട്, ഇഫ് ഐ എം നോട്ട് റോങ്, പലപ്പോഴും അതൊരു പത്രവാർത്ത തുണ്ടിൽ നിന്നോ ഒരു നോൺ ഫിക്ഷനിൽ നിന്നോ, ഫിക്ഷണലൈസ്ഡ് ആയിട്ടുള്ളൊരു വേൾഡിന് അപ്പുറത്ത് നിന്ന് കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു നോൺ ഫിക്ഷൻ മെറ്റീരിയൽ നിന്നാണ് പലപ്പോഴും സിനിമ അതിൻ്റെ റൂട്ട് കണ്ടെത്തുന്നത്. അപ്പോൾ പ്രൈമർലി വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് നമ്മളെല്ലാവരും തന്നെ പരിചിതമായിട്ടുള്ള 100 Years of Solitude, ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ പോലെയുള്ള മനോഹരമായ സാഹിത്യ സൃഷ്ടികൾ സിനിമയാക്കപ്പെട്ടപ്പോൾ എവിടെയോ അതിനൊരു മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ കണ്ടിടത്തോളമുള്ള ഒരു സാഹിത്യ സർവസ്വം അതിൻ്റെ ആത്മാംശം ചോർന്നുകൊണ്ട് വെറും നിഴൽ രൂപങ്ങളായി സിനിമയിലേക്ക് വന്നത് നമ്മുടെ മുന്നിൽ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാച്ചുറലി നമ്മുടെ ഒരു ചോദ്യം, നമ്മൾ ഇതിൻ്റെ മോഡറേറ്റും കൂടെ ചെയ്യുന്ന സാഹിത്യകാരനും സിനിമാക്കാരനുമായ ഒരാൾ പറഞ്ഞു വച്ചത്, സാഹിത്യവും സിനിമയും തമ്മിൽ മറ്റേത് കലയും തമ്മിൽ സിനിമ എടുക്കുന്നത് പോലെയുള്ളൊരു ബന്ധമേ ഉള്ളൂ. പ്രൈമർലി ആസ് സഞ്ജയ് ഏട്ടൻ സെഡ്, ഇതൊരു ബ്ലൂ പ്രിൻ്റ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിടത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് എങ്ങനെയാണോ അത് തന്നെയാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം തിരക്കഥയുടെ. പക്ഷേ നമുക്ക് ഈ പബ്ലിഷ്ഡ് മെറ്റീരിയൽ വായിക്കാനും നമുക്ക് ഈ ലിറ്ററേച്ചറിനോടുള്ള നമ്മളുടെ ഒരു അപ്ബ്രിങ്ങിങ് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തത് കൊണ്ടും ചെമ്മീൻ തുടങ്ങി ഭാർഗവി നിലയം തൊട്ട് അങ്ങനെ പല സാഹിത്യത്തിന് അവലംബിച്ചുണ്ടായ സൃഷ്ടികളും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്, പ്രിയപ്പെട്ട എഴുത്തുകാർ നമുക്ക് സമ്മാനിച്ചവയായതുകൊണ്ട്. സംഭാഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ആരും തന്നെ ഇന്ന് സാഹിത്യ ഭാഷയിൽ സംസാരിക്കുന്നവരല്ല. യാതൊരു തരത്തിലും നമ്മൾ നിത്യജീവിതത്തിലോ അല്ലെങ്കിൽ ഈവൻ ശ്രീ പത്മരാജൻ സിനിമകളിൽ പോലും അത് ഒരിടത്തൊരു ഫയൽവാൻ തൊട്ട് അവസാന സിനിമ വരെ ആൾക്കാർ സംസാരിക്കുന്നത് അതാത് അവർ വരുന്ന പ്രതിപാത്രം അതാത് ദേശങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഭാഷണം തന്നെയാണ് അവർ നൽകിയിട്ടുള്ളത്. ആ ചോദ്യത്തിൻ്റെ അകത്തുള്ള ചെറിയൊരു കൊനസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ എപ്പോൾ തിരക്കഥ എഴുതിയാലും ആദ്യത്തെ കോൾ വരുന്നത് അണ്ണൻ്റേതാണ്. എന്നെ കണക്കിന് ചീത്ത വിളിക്കാറുണ്ട്, നീ ഇനിയെങ്കിലും നന്നാവൂ എന്നുള്ളത്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉള്ളിലെ ഒരു സ്നേഹപൂർവമായ മുന എന്ന് പറയുന്നത്, നമ്മളൊരു സാധാരണ മനുഷ്യർ സംസാരിക്കുന്നത് പോലെയുള്ള സംഭാഷണങ്ങൾ എഴുതുക എന്ന് പറയുന്നത് ഏറ്റവും ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്കൊരു പക്ഷേ നമുക്കതിനൊരു ടെംപ്ലേറ്റ് ഒന്നുമില്ല. ഇന്നത്തെ കാലത്ത് ആൾക്കാർ സംസാരിക്കുന്നത് അതിൻ്റെ അകത്ത് ഒരു ലിറ്ററൽ പർസ്യൂട്ട് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. നിലവിൽ സാഹിത്യം വളരെ വളരെ ചെറുപ്പക്കാരിൽ നിന്ന് അകന്നാലും പ്രൈമർലി സിനിമയുടെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്കൊരു ആ സബ്ജക്റ്റിന് ആവശ്യമുള്ളൊരു ഇമോഷണൽ സ്പൈൻ ഉണ്ടാവുന്നുള്ളൂ. വൈകാരികമായിട്ടുള്ള ഒരു നാഡി ഒരു സിനിമയ്ക്ക്, എല്ലാ സിനിമയ്ക്കുമുണ്ട്. അപ്പോൾ ആ വൈകാരികമായിട്ടുള്ള ആ ഒരു സ്പൈൻ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയാതെ, എന്താണ് നമ്മുടെ മെറ്റീരിയൽ എങ്കിലും, അതൊരു പത്രവാർത്തയുടെ തലക്കെട്ടാണെങ്കിലും അതൊരു ഒരു കാവ്യശകലമാണെങ്കിലും, നേരത്തെ ടെന്നിസൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു വരിയോ ഒരു വാക്കോ പോലും ഒരു സിനിമയുടെ ഗ്രേറ്റ് ഇമേജിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുമെങ്കിൽ ആ ഒരു അബ്സ്ട്രാക്റ്റ് ആണ് അതിൻ്റെ കോർ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു കോർ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. സിനിമയുടെ ഒരു പോസിബിലിറ്റി എൻലെസ് ആണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരമാണുവിൽ നിന്നും നമുക്ക് ശൂന്യാകാശത്തിൻ്റെ ഏറ്റവും വലിയ സ്പേസിലേക്ക് പോലും കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ നമുക്കൊരു പക്ഷേ സാഹിത്യത്തിനേക്കാൾ ഒരു പക്ഷേ എന്തുകൊണ്ടും പൊട്ടൻഷ്യലി ഉള്ള ഒരു ആർട്ട് ഫോം തന്നെയാണ് സിനിമ നന്നായി ഉപയോഗിച്ചാൽ. ഇപ്പം നമ്മൾ ചന്ദ്രനെ തൊട്ടിരിക്കുന്നു, നമ്മൾ ചന്ദ്രനിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു എന്നൊക്കെയുള്ള സംഗതിയിൽ നിന്നും നമ്മൾ ഫസ്റ്റ് മാൻ എന്നൊക്കെയുള്ള സിനിമ കാണുമ്പോൾ അയാളുടെ മകളുടെ ദേഹവിയോഗത്തിന് ശേഷം ആ മകൾക്ക് അമ്പിളി അമ്മാവനെ പിടിച്ചു കൊടുക്കാമെന്ന് കുട്ടിക്കാലത്ത് അയാൾ പറഞ്ഞിരുന്ന ഒരൊറ്റ ചെറിയ ഒരു ഫാദേഴ്സ് പ്രോമിസിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ചന്ദ്രോപരിതലത്തിൽ പാദസ്പർശം നടത്തിയ ആളുടെ ഒരു സ്പേഷ്യൽ ട്രിപ്പ് എന്ന് പറയുന്ന ഒരു തീമാണ് ഫസ്റ്റ് മാൻ എന്നുള്ള സിനിമയ്ക്കകത്തുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അതിൻ്റെ നമുക്കൊരു പോയട്രി പോലെ അയാൾ ചെന്നിട്ട് അയാളുടെ മകളുടെ കയ്യിൽ മകൾ ഏറ്റവും കൂടുതൽ കരുതലോടെ സൂക്ഷിച്ചിരുന്ന ഒരു കളിപ്പാവയെ അയാൾ അവിടെ നിന്നിട്ട് ആ ഒരു എറ്റേണിറ്റിക്കകത്ത് അയാൾ ഇടുന്നൊരു മൊമെൻ്റാണ് ആ സിനിമയ്ക്ക്. അത് നമുക്ക് സിനിമയിൽ നിന്നും തിരിച്ച് സാഹിത്യത്തിലേക്ക് ഒരു പക്ഷേ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന, അതായത് നമ്മൾ വായിച്ചിട്ടുള്ള സാഹിത്യം എന്ന വലിയ കടലിനെ ഓർമ്മിപ്പിക്കുന്ന മൊമെൻറ്റ്സ് സിനിമയിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാനാകുന്ന തരത്തിൽ പൊയറ്റിക് ആയിട്ടുള്ള മൊമെൻറ്റ്സ് നിശബ്ദതയിലൂടെ നമുക്ക് കൊണ്ടുവരാനാകുന്ന ഒരു മീഡിയത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സാഹിത്യത്തിന് അല്ലെങ്കിൽ നമ്മൾ ശീലിച്ച സാഹിത്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന ഒരു തലമുറ ശീലിച്ചിട്ടുള്ള ഒരു റൈറ്റിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലല്ല, അവർ കൂടുതലും വിഷ്വലി ഇൻസ്പയർഡ് ആണ്.
അതിനെ ഒട്ടും നമുക്ക് മോശം പറയാനാവുന്നതല്ല. കാരണം ഒരു റിട്ടൺ വേർഡിനപ്പുറത്തേക്ക്, ഒരു സ്പോക്കൺ തിയേട്രിക്സിനപ്പുറത്തേക്ക് നമുക്ക് സിനിമയെ ഒരു ഇമോഷൻ ആയിട്ട് കാണുന്ന തരത്തിലുള്ള വിഷ്വൽസിൽ നിന്നുമാണ് ഇന്നത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇന്നത്തെ ചെറുപ്പക്കാർ കൂടുതലും സിനിമയിൽ ഇൻസ്പയർഡ് ആവുന്നത്. അതേസമയം ഒരു മുൻ തലമുറ, അതായത് 80കളിലും 70കളിലും 60കളിലും നൂതനമായ സാഹിത്യ സൃഷ്ടികൾ പരിചയിച്ച ഒരു തലമുറ സിനിമ ചെയ്തപ്പോൾ അവർ സാഹിത്യത്തിൽ നിന്നും അതിൻ്റെ ഒരു ഊർജ്ജം ഉൾക്കൊണ്ടു. ഇന്നത് അതിൽ നിന്നും ഉണ്ടാക്കിയ സിനിമകളിൽ നിന്ന് അവർക്ക് മനസ്സിലായി അതിനപ്പുറത്തേക്ക് സിനിമയ്ക്ക് സാധ്യതയുണ്ട്. കാരണം ആസ് എ വെസ്റ്റേൺ ആർട്ട് ബേസിക്കലി ഇറ്റ് വാസ് നെവർ ഡിപ്പെൻഡൻ്റ് ഓൺ ലിറ്ററേച്ചർ. അൺലൈക്ക് ആൻ ഇന്ത്യൻ, നമ്മുടെ ഒരു പരിണാമത്തിൻ്റെ പ്രോസസ്സിൽ നമ്മൾ ലിറ്ററേച്ചറിനെ ആശ്രയിച്ചുവെങ്കിലും സിനിമ ആസ് എ വെസ്റ്റേൺ ആർട്ട് ഇറ്റ് വാസ് നെവർ ലിറ്ററേച്ചർ ഓറിയൻറ്റഡ് ദാറ്റ് വേ. അപ്പോൾ അതിൻ്റെ അകത്ത് ചില കഥകൾ മാത്രമാണ് ഒരു പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല അഡാപ്റ്റേഷൻ. അങ്ങനത്തെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഷേക്സ്പിയർ ഇൻ ലവ് എന്നുള്ള സിനിമ ഷേക്സ്പിയറിൻ്റെ എൻറ്റയർ വർക്കുകളിൽ നിന്നും ഷേക്സ്പിയർ എന്ന എഴുത്തുകാരനിലേക്ക്, അയാളുടെ സാഹിത്യത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ആ എഴുത്തുകാരൻ എന്തായിരുന്നിരിക്കാം എന്നുള്ള ഒരു രസകരമായ ഒരു അഡാപ്റ്റേഷൻ അതിനുള്ളിലേക്കുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ ദാറ്റ് ബേസിക്കലി വാട്ട് ഇൻസ്പയർ യു. നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത് സാഹിത്യമാണെങ്കിൽ സാഹിത്യത്തിൽ നിന്നും നമ്മൾ സിനിമ ഉണ്ടാക്കുന്നു. നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത് വിഷ്വൽസ് ആണെങ്കിൽ ആ വിഷ്വൽസിൽ നിന്നും ഇന്നത്തെ കാലത്ത് സിനിമ ഉണ്ടാകും. ഞാനത് ചോദിക്കാൻ കാരണം ഉറുമയിൽ ശങ്കർ എഴുതിയ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന വളരെ സാഹിത്യ മൂല്യമുള്ള നല്ല ഡയലോഗ്സ്. ഞാനൊരു മോശം രീതിയിലല്ല അത് പറഞ്ഞത്. ഇപ്പം ബെൻഹർ പോലൊരു പടം എടുക്കുമ്പോൾ അതിൽ യൂൾ ബ്രിന്നർ പറയുന്ന ദ സിറ്റി ഹി ബിൽഡ്സ് ഷാൽ ബെയർ മൈ നെയിം, ദ ഗേൾ ഹി ലവ്സ് ഷാൽ ബെയർ മൈ ചൈൽഡ് എന്ന് പറയുന്ന താളാത്മകമായ സംഭാഷണം എംപിയുടെ ആൾക്കൂട്ടത്തിൽ തന്നെ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് പറയുന്ന രാജൻ എന്ന കഥാപാത്രം പറയുന്ന വലുതാകുമ്പോൾ പലതും നമുക്ക് നഷ്ടമാകുന്നു കേട്ടത്തിൽ, കൈവിട്ടു പോയത് ഓർക്കുമ്പോൾ കിട്ടുന്നതൊക്കെ നിസ്സാരം എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു ശ്രവ്യ ഭംഗി, അതിൻ്റെ ഒരു താളാത്മകത, അത്തരം സംഭാഷണങ്ങൾ നമുക്ക് അക്കാലത്തെ ഈ പറഞ്ഞ പോലെ ഡെന്നി ചേട്ടനൊക്കെ എഴുതിയ ഈ സംഭാഷണങ്ങളിൽ പോലും ഉണ്ട്. എന്താണ് മറ്റേ അണ്ടർവേൾഡ് കിങ് എന്നൊക്കെ പറയുന്ന അധോലോകങ്ങളുടെ രാജകുമാരൻ എന്നൊക്കെ പറയുന്നിടത്തുള്ള ഒരു റിങ്ങുണ്ട്. അത് വാസ്തവത്തിൽ ഈ തലമുറ ഇപ്പോഴും എടുത്തെടുത്ത് പറയുന്നുണ്ട്. വടക്കൻ വീരഗാഥയിലെയും മറ്റു പലതിലെയും കണാമറയത്തിലെ അല്ലെങ്കിൽ കരിയിലക്കാറ്റ് പോലെയിലെ എന്താണ് രക്തത്തെ തിരിച്ചറിയുന്നത് ഒരു സൈലൻറ്റ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു ഭംഗി സമീപകാല തിരക്കഥകളിൽ എന്തിനാ സഞ്ജു ബോബി എഴുതിയ ഇതിൽ പിന്നെ നിങ്ങളുടെ ഒരു നാളെ ചരിത്രമായേക്കാം എന്ന് പറയുന്നത് ഇപ്പോഴും കാലത്തിലൂടെ മുഴങ്ങുന്നുണ്ട്. അത്തരം മുഴക്കങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നില്ലേ സഞ്ജു? ഇതിൻ്റെ ഒന്നാം പ്രതി പപ്പനങ്ങൾ തന്നെയാണ്. പി പത്മരാജൻ ഞാൻ പപ്പനങ്കിൽ എന്ന് വിളിക്കുന്നത്. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ പപ്പനങ്കിൽ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേകതരം സംഭാഷണത്തിൽ നിന്ന് മലയാള സിനിമയെ മോചിപ്പിച്ചത് എന്ന വാക്ക് തന്നെ ഞാൻ പറയും. കാരണം നമുക്ക് വാക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നുള്ള സിനിമയിൽ നിങ്ങളുടെ മോളുടെ കാര്യം നിങ്ങൾ നോക്കുന്നുണ്ട് എന്ന് സോളമൻ എന്ന് പറയുന്ന കഥാപാത്രം പറയുമ്പോൾ ഒരു 3 പേജിൻ്റെ സംഭാഷണമാണ് അതായത് ഒറ്റ വരിയിലാക്കിയിരിക്കുന്നത്. എത്ര കുത്തി എന്ന് വടഗോപി അവതരിപ്പിച്ച കഥാപാത്രം ചോദിക്കും, പെരുവഴിയമ്പലത്തിൽ ചോദിക്കുമ്പോൾ അയാളുടെ അതുവരെയുള്ള പ്രതികാരവാഞ്ചയെല്ലാം പുറത്തു വരുന്ന ഈ ഒരു ഒറ്റ ഡയലോഗിൽ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ആണ് ഇത് തുടങ്ങി വെച്ചത് എന്നെനിക്ക് വളരെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ കരിയിലക്കാറ്റ് പോലെയുടെ എക്സാമ്പിള് പപ്പൻ പറയുമ്പോഴും അത് പറയുന്ന ആൾ ഒരു സാഹിത്യകാരനാണ്, കഥാപാത്രം സാഹിത്യകാരനാണ്. അതുകൊണ്ടാണ് പപ്പനങ്ങളിൽ അങ്ങനെ ഒരു എഴുതിയത് എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ ഈ ഡയലോഗ് എനിക്ക് തോന്നുന്നത്, ഞാനതിന് ശങ്കർ പറയുന്നതിനോട് യോജിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും ഇപ്പം ചെയ്യുന്ന ഒരു സിനിമ, ഞാനിപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിൽ ഒരു ഡയലോഗുണ്ട്, ഇവരെ ഒരു കാര്യം എനിക്കൊന്ന് ബോധ്യപ്പെടുത്താനാണ്. ഇതാണ് ഞങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഡയലോഗ്. ഒരു കാര്യം ഇവരെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ്. ഇത് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് 22 വയസ്സുള്ളൊരു ക്യാരക്ടറാണ്. അത് അവതരിപ്പിക്കുന്ന നടൻ എന്ന് പറയുന്നത് സംഗീത് പ്രതാപ് എന്ന് പറഞ്ഞ് പ്രേമലു പോലെയുള്ള സിനിമകളിൽ അഭിനയിച്ച സംഗീത് പ്രതാപാണ് അത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സംഗീത് പ്രതാപ് എന്നോട് ചോദിച്ചു, ചേട്ടാ ബോധ്യപ്പെടുത്തുന്നത് എന്ന് പറയുന്നതിനപ്പുറം ഇവരെ ഒന്ന് കൺവിൻസ് ചെയ്യാനാന്ന് പറഞ്ഞോട്ടെ, കാരണം ഞങ്ങളുടെ ഇതിൽ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുക അല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ്
ഒരു പക്ഷേ ഒരു യങ്സ്റ്റേഴ്സിന് വേണ്ടി, അല്ലെങ്കിൽ 20-21 വയസ്സ് മാത്രം പ്രായമുള്ളവരുടെ ഒരു തിരക്കഥ എഴുതാനുള്ള പ്രാപ്തി ഇനി ഞങ്ങൾക്കുണ്ടോ എന്ന് ഞങ്ങൾക്ക് പേടി തോന്നാൻ തുടങ്ങുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോൾ ഞാൻ ഒക്കെ സിനിമ കണ്ടു വളർന്നതെന്ന് പറയുന്നത് 80-കൾ 90-കളാണ്. ആ സമയത്ത് 60-കളിലെ സംഭാഷണ ശകലങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുമായിരുന്നു, വളരെ ഡ്രമാറ്റിക് ആയിട്ടും വളരെ ലൗഡായിട്ടും തോന്നുമായിരുന്നു. പിന്നീട് സംഭവിക്കുന്ന അനിവാര്യതയാണിത്. 2000-ൽ എത്തുമ്പോൾ 80-കളിലെ സംഭാഷണത്തിന് സംഭവിക്കുന്നു, ഇപ്പോൾ എത്തുമ്പോൾ 2000-ലെ സംഭാഷണത്തിൽ പറ്റുന്നു. ഒരു പക്ഷേ ഇപ്പോൾ പപ്പൻ പറഞ്ഞ നിങ്ങളുടെ ഒരു ഒറ്റ എസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ എഴുതുകയാണെങ്കിൽ ഞങ്ങളത് വേറെ രീതിയിൽ എഴുതാൻ നിർബന്ധിതരാകും. അത് ഒരു കുഴപ്പമായിട്ടോ ഒരു മൂല്യച്യുതിയായിട്ടോ അല്ല ഞാനതിനെ കാണുന്നത്. ഞാനതിനെ കാണുന്നത് പുതിയ എന്തെങ്കിലും സങ്കേതങ്ങൾ ഉണ്ടാക്കാൻ, പുഷിങ് ദ എൻവലപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ലിമിറ്റിനെ ഒന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഒരു കുത്തലാണ് അതെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഐ എം ഓൾ ഫോർ ലിറ്റററി ഡയലോഗ്സ്. ഈ പറയുന്ന ഒരു ഉറുമി എനിക്ക് ഫേവറേറ്റ് സിനിമയാണ്. ഡെന്നിസെറ്റ് എഴുതിയ വിൻസെന്റ് ഗോമസ് ഒരിക്കൽ രാജമോഹനോട് ചോദിച്ചൊക്കെ കണ്ട് പുളകം കൊണ്ടിട്ടുള്ള ആളാണ് ഞാൻ. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഇഫ് യു വാണ്ട് ഇറ്റ് ഓർ നോട്ട്, നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും മറ്റൊരു തരം ഡയലോഗുകൾ ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കൂടെ ലേഖനങ്ങളും കാര്യങ്ങളും ഒക്കെ വായിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രായത്തിലുള്ളവരുടെ സ്വന്തമല്ല ഈ കാലം. ഈ കാലം 25, 22, 20 വയസ്സുള്ളവരുടെ സ്വന്തമാണ്. അപ്പോൾ ആ ഈ 16 മുതൽ 35 വയസ്സ് വരെയാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് പ്രേക്ഷകരുണ്ടെന്നുള്ള കണക്കുകൾ തന്നെയുണ്ട്. ആ പ്രായത്തിലുള്ളവർക്ക് വേണ്ടി എഴുതുമ്പോൾ റൈറ്റർ ഹാസ് ടു അഡാപ്റ്റ്. വാശി പിടിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വളരെ കറക്റ്റാണ്. നോട്ട് ടു കട്ട് യു, അതിനോട് കോംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് വന്നത് ഒരു പക്ഷേ ബാബുചേട്ടനും എൻ്റെ കുറച്ച് മുമ്പുള്ളൊരു ഡെക്കേഡ് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഈ തിരക്കഥാകൃത്തുക്കൾ വളരെ സൂത്രശാലികളാണ്. കൃത്യമായിട്ട് ആരാണ് നമ്മുടെ ഓഡിയൻസ്, ആർക്ക് വേണ്ടിയാണ് ബാബുചേട്ടൻ നമ്മുടെ സിനിമ ഉണ്ടാക്കുന്നത്, നമ്മുടെ ഓഡിയന് കണക്ട് ചെയ്യുന്ന ഡയലോഗ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് തിരക്കഥാകൃത്ത് ആദ്യം ആലോചിക്കുന്നത്. അപ്പോൾ തിരക്കഥാകൃത്തിന് മനസ്സിലാവുന്നു നമ്മളുടെ പ്രൈമറി ഓഡിയൻ എന്ന് പറയുന്നത് സാഹിത്യം വായിക്കുന്ന, സാഹിത്യത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, ഒരു ഖരാനകളുടെ നഗരം എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീരമാണ് എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ ഡയലോഗിന് ഓക്കെ ആയിട്ടിരിക്കുന്ന ഒരു സമൂഹത്തിനെയാണ് നമ്മുടെ സിനിമ അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ടി ദാമോദരൻ, രഞ്ജി പണിക്കർ, രഞ്ജിത്ത് മോൾഡിലുള്ള ഡയലോഗുകൾക്ക് ഒരു ഓഡിയൻ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. നൗ ദ ഓഡിയൻസ് ഹവ് ചേഞ്ച്ഡ്. അക്കോർഡിംഗ് ടു ദ ഓഡിയൻ അവർക്ക് അത്രത്തോളം സാഹിത്യത്തിനോട് നിരന്തരമായി സാഹിത്യം വായിക്കുന്ന, നിരന്തരമായി സാഹിത്യത്തിൽ അഭിരമിക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി അല്ല നമ്മൾ സിനിമ ചെയ്യുന്നത് എന്ന ബോധ്യമുണ്ടായാൽ നമ്മൾ അവർക്ക് കണക്ട് ചെയ്യുന്ന ഡയലോഗ് എഴുതി അവരെ ഇതാക്കുന്നുള്ള. മറ്റേതൊരു വളരെ ചുരുങ്ങിയ 3%, 5%നുള്ളിൽ വരുന്ന ഒരു ചെറിയ സമൂഹത്തിനെ അട്രാക്ട് ചെയ്യാനും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അല്ലെങ്കിൽ അങ്ങനെ എഴുതുന്ന ഒരു ഫേസ്ബുക്ക് ത്രെഡിനകത്ത് നമ്മളുടെ പേരും കൂടെ ഇൻക്ലൂഡഡ് ആകാം എന്നുള്ളതിനപ്പുറം ഒരു മാസിലേക്ക് ചാമ്പിക്കോ തന്നെയാണ് വർക്കാവുന്നത് ഇന്നത്തെ കാലത്ത്. അത് ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാണ്, സോറി. അതിലേറ്റവും ഒരു ഉദാഹരണം എനിക്ക് തോന്നുന്നത് കുമ്പളങ്ങി നൈറ്റ്സ് പോലത്തെ സിനിമകളാണ്. അതായത് മുതലെടുക്കുകയാണോ സജി എന്ന് പറയുന്ന ഒരു കാര്യം ചേട്ട എന്ന് വിളിക്കാൻ പറയുമ്പോൾ മുതലെടുക്കുകയാണോ സജി എന്നുള്ളത് ഒരുപക്ഷെ ഞങ്ങൾ എഴുതിയാൽ ചിലപ്പോൾ അതിനകത്തൊരു നാടകം ഉണ്ടായേക്കാം, സെന്റിമെന്റ്സ് ഉണ്ടായേക്കാം. പക്ഷെ ശ്യാം അതിനെ വളരെ മനോഹരമായിട്ട് അങ്ങനെ ചെയ്യുന്നൊരു ആ സിനിമയിൽ അങ്ങനെ പലതും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ത് പ്രഹസനമാണ് സജി എന്ന് പറയുന്ന പോലെയുള്ള, അതായത് വളരെ നാടകീയവും ഇമോഷണലും ആയതിനെ പോലും കാഷ്വൽ ആക്കുക, അതിലത് ഹ്യൂമർ കലർത്തുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ശീലമാണെന്ന് തോന്നുന്നു. അതിലൊരു കുറവോ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല. ജസ്റ്റ് ദാറ്റ് ഞങ്ങൾ ഇവിടെ ഒന്ന് റീച്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങളിപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് കുറച്ച് സത്യം തന്നെയാണ്. തോട്ട് ഈസ് ദ ബെസ്റ്റ് തോട്ട്. അലൻ ഗിൽസ്ബർഗിനെ പോലുള്ള കവികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹെമിംഗ്വേ പറഞ്ഞത് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് എനിത്തിങ് ഈസ് ഷിറ്റ് എന്നാണ്. അദ്ദേഹം എപ്പോഴും വിശ്വസിച്ചത് ഇതിൻ്റെ റീറൈറ്റിങ്ങിലാണ്. ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഈസ് റിട്ടൺ ഇൻ ബ്ലഡ്, ഹോട്ട് ബ്ലഡ്, ആൻഡ് ദ സെക്കൻഡ് ഇൻ ഐസ്. ഈ ഐസ് റൈറ്റിംഗ് ആണ് ശരിക്കും തിരക്കഥകളുടെ ഒരു ഇത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കത് കൃത്യമായിട്ട് അറിയില്ല, കാരണം എൻ്റെ അച്ഛൻ മിക്കവാറും ഫസ്റ്റ് ഡ്രാഫ്റ്റിൻ്റെ ആളായിരുന്നു. അങ്ങനെയാണ് പറഞ്ഞിട്ട് ഒറ്റ എഴുത്താണ്. ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ബാബുവിൻ്റെ ഒരു ശൈലി എങ്ങനെയാണ്? എഴുത്ത് ഈ സഞ്ജു ആദ്യം പറഞ്ഞ പോലെ നമ്മുടേതായ ഒരു എഴുത്ത് തന്നെ സിനിമയാകണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല.
നമ്മളൊരു തിരക്കഥയുടെ ഓർഡറുകൾക്ക് ചില വലിയ വ്യത്യാസം വരുമെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ മാട്ടിലേക്ക് ഒന്ന് തിരിച്ചു പോകാൻ ശ്രമിക്കുകയാണ്. ഈ സംഭാഷണത്തിൻ്റെ കാര്യം പറയാൻ വീണ്ടും മാട്ടിലേക്ക് തിരിച്ചു വരികയല്ല, ഒന്ന് ഓർമ്മിപ്പിക്കാൻ. എനിക്കൊന്ന് ഇപ്പം ഈ കാഷ്വൽ ഡയലോഗ് വളരെ വർത്തമാന ഭാഷ സിനിമയിൽ വരുന്നത് ഈ കാലഘട്ടത്തിലല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഉറൂബും മോഹൻകുന്നം ബർക്കിയും ഒക്കെ എഴുതിയ തിരക്കഥകൾ, ഇപ്പം പഴയകാല സിനിമകൾ, എനിക്ക് തോന്നുന്നതിൻ്റെ പേരുകളൊക്കെ മറന്നു. ഇപ്പം കോപ്പിൽ ബാസി എഴുതിയ സിനിമകളുടെ ഇപ്പം ഒളിവിലെ ഓർമ്മകൾ, അനുഭവങ്ങൾ പാളിച്ചകളിലൊക്കെ ഇപ്പം നമ്മൾ കാണുമ്പോൾ ഈ കാലഘട്ടത്തിലെ ഡയലോഗ് തന്നെയാണ് അത്. അതിനകത്ത് ഒരു ഡ്രാമാറ്റിക്കായിട്ടൊന്നുമില്ല. അന്നും ഈ ഡ്രാമ ഡയലോഗും ഉണ്ടായിരുന്നു, നാച്ചുറലായിട്ട് വളരെ നേറ്റിവിറ്റിയുള്ള നാച്ചുറൽ ഡയലോഗുകൾ അന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മളൊരു കണക്കിന് ഒരു പക്ഷേ MD വാസുദേവൻ നായർ സാറിൻ്റെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഈ നാടക ഡയലോഗാണോ എന്നുള്ള ഒരു രീതിയിൽ വീക്ഷിച്ചാൽ മുഴുവൻ ഡ്രാമാറ്റിക്കാണ്. സംസാര ഭാഷ ഒട്ടുമേ ഇല്ല. ഒരു സിനിമയിൽ അപൂർവമായിട്ടേ ഉള്ളൂ. പക്ഷേ അത് മലയാളി ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. എല്ലാവരും ഈ തലമുറയെ ആസ്വദിക്കുന്നുണ്ട്, കഴിഞ്ഞ തലമുറയെ ആസ്വദിക്കുന്നുണ്ട്, ഇനി വരും തലമുറയും ആസ്വദിക്കാൻ പറ്റുന്നു വെച്ചാൽ അത് സാഹിത്യത്തിൻ്റെ ഒരു സ്മെല്ലാണ് അതിനുള്ളത്. സാഹിത്യമാണത്, ഉത്തമ സാഹിത്യമാണ്. രണ്ടാം മൂഴത്തിലായാലും പിന്നെ MD സാറിൻ്റെ സിനിമകളിലായാലും പറയുന്ന ഡയലോഗുകൾ വളരെ ക്രിസ്പാക്കി സാഹിത്യകരമായിട്ടാണ് ഡയലോഗുകൾ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഇപ്പം എനിക്ക് തോന്നുന്നു സിനിമയ്ക്ക് സംഭാഷണം നമ്മൾ തിരക്കഥയിൽ എഴുതണമെന്ന് നിർബന്ധമില്ല. എന്താണ് പറയേണ്ടതെന്നുള്ള മാത്രം എഴുതിയാൽ അവിടെ വെച്ച് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് സംഭാഷണം അവർ കോൺട്രിബ്യൂട്ട് ചെയ്തോളൂ. അതൊരു കുറവോ അതൊരു കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. അത് തന്നെയാണ് ശരി. കാര്യം ആ സീക്വൻസ് അങ്ങനത്തെയാണ്. അപ്പോൾ അതിലൊക്കെ ഉപരി ഈ സംഭാഷണം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ആ സീനിനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി, ആ സീനിനെ കൺവീൻസ് ചെയ്യാൻ വേണ്ടി, ആ സീനിൽ എന്താണ് സംഭവിക്കുന്നത് പബ്ലിക്കിനെ അറിയിക്കാൻ ആണല്ലോ സംഭാഷണം. അല്ലെങ്കിൽ ആ സീൻ അല്ലെങ്കിൽ കഥയുടെ ചരട് പൊട്ടാതെ, രസചരട് പൊട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടന്റ് എന്താണ്, ആ സീനിൻ്റെ കണ്ടന്റ് എന്താണ്, ആ കണ്ടന്റിനെ ബേസ് ചെയ്തായിരിക്കും സംഭാഷണം പറയേണ്ടതും സംസാരിക്കേണ്ടതും. അപ്പം കുറച്ച് ഡ്രാമ ഭംഗിയുള്ള, ഇപ്പം പറഞ്ഞില്ലേ പ്രണയ സാറിൻ്റെ സിനിമകൾക്കകത്ത് സംസാര ഭാഷയാണെന്ന് വെച്ചാൽ സംസാര ഭാഷയല്ല, എന്നാൽ സാഹിത്യ ഭാഷയാണോ നാടകമാണോ അതുമല്ല. അപ്പം ഇത് കമ്പാരിറ്റീവ്ലി ഇത് എനിക്ക് തോന്നുന്നു നമുക്കൊരു മുൻധാരണയോട് കൂടി ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എഴുതി വരുമ്പോൾ ചിലപ്പോൾ ചെറിയ നാടകം കൂടി വന്നു കഴിഞ്ഞാൽ സംവിധായകനോ അല്ല നടനോ അത് കുറച്ച് ലൈറ്റർ ആക്കാം എന്ന് പറയും. അങ്ങനെയൊക്കെ ഒരു കോംപ്രമൈസിൽ പോകല്ലാതെ നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ട് ഇതന്നെ വളരെ കാഷ്വലായിട്ടുള്ള ഡയലോഗ് ആക്കാം, വളരെ നേറ്റിവിറ്റി ഉണ്ടാക്കാം, വളരെ പിന്നെ സംസാര ഭാഷയിലേക്ക് എത്തിക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു ഇത് ചർച്ചയിലേക്ക് കടക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ചോദിച്ചാൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, സെക്കൻഡ് ഡ്രാഫ്റ്റ് എന്നെ സംബന്ധിച്ചാൽ ഞാൻ പിന്നെ ആദ്യകാലത്ത് എന്ന് പറഞ്ഞാൽ എഴുതി തുടങ്ങിയപ്പോൾ 1 ലൈൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇല്ലായിരുന്നു. ഞാനങ്ങ് തിരക്കഥയൊക്കെ എഴുതി പോകുമായിരുന്നു. അതിൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരുന്നിരിക്കുക. ആ തിരക്കഥയൊക്കെ എഴുതി തീർത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് സംവിധായകനായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ അറിയാം. ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് മാറ്റങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം മുതലേ പിന്നെ മാറ്റേണ്ടി വരും. കാരണം വെച്ചാൽ 1 ലൈൻ ആണെങ്കിൽ നമുക്ക് ഒരു സീൻ മാറ്റിക്കഴിഞ്ഞാൽ തിരുത്തി എഴുതാൻ എളുപ്പമുണ്ട്. പക്ഷേ സിനിമ ഫുൾ സീനായിട്ട് വിത്ത് ഡയലോഗ് എഴുതി തരുവാണെങ്കിൽ തിരുത്തൽ വലിയ സ്ട്രെയിനാണ്. പക്ഷെ എങ്കിൽ പോലും ഞാൻ തുടർന്ന് എഴുതി ഫസ്റ്റ് ഡ്രാഫ്റ്റിലാക്കി അത് സിനിമയായി പോയി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ലോഹിയേട്ടനെ പരിചയപ്പെടുന്നത്. ലോഹിയേട്ടൻ പറഞ്ഞു, ലോഹിയേട്ടൻ 1 ലൈൻ പോലും എഴുതത്തില്ല, വെറും ഒരു കുറിപ്പുകളാണ്, ഒരു കുറിപ്പിൽ എഴുതിയിട്ടാണ് പുള്ളി സിനിമ തുടങ്ങുന്നത്. സീനുകൾ പലപ്പോഴും പുള്ളി സീനിലെ തലേദിവസമോ അല്ലെങ്കിൽ സെറ്റിലേക്ക് ഇരുന്ന് എഴുതുന്നത്. ശ്രീനിവാസനെ കണ്ടപ്പോൾ പുള്ളി കറക്റ്റ് 1 ലൈനിലാണ് ഫോളോ ചെയ്യുന്നത്. പുള്ളി 1 ലൈൻ അല്ലാതെ പുള്ളിക്ക് യാതൊന്നുമില്ല. 1 ലൈൻ കൊണ്ടേ പുള്ളി തുടങ്ങത്തുള്ളൂ. അങ്ങനെ ലോഹിയേട്ടന് 1 ലൈനില്ല, സീനിയേട്ടനും 1 ലൈനിലേ ഉള്ളൂ. രഞ്ജിയും ഒരു 1 ലൈൻ പോലെ കുറിപ്പ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിന് നിയതമായ ഒരു നിയമമൊന്നുമില്ല എന്നുള്ള സ്ഥിതിയിൽ ഞാൻ കുറച്ചു കാലം ഈ ഫുൾ സ്ക്രിപ്റ്റ് എടുത്തിൽ ഇങ്ങനെ തുടർന്ന് വന്നപ്പം അതിനുണ്ടാകുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിനിമ എഴുതാൻ കയറി കഴിഞ്ഞാൽ അത് മുഴുവൻ എഴുതിയതിന് ശേഷമല്ലാതെ വേറൊരു കഥയെക്കുറിച്ച് വേറൊരു തിരക്കഥയെക്കുറിച്ച് ആലോചിക്കാനേ പറ്റത്തില്ല. അങ്ങനെ ആലോചിക്കേണ്ടി വന്നിട്ടില്ല. എന്നാലും നമ്മുടെ ആഗ്രഹം അങ്ങനെയാണല്ലോ, ഒരു സമയത്ത് 2 3 എഴുതുന്നൊക്കെ ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ കുറച്ചു കാലം മുമ്പ് ഈ ഓർഡർ എഴുതി തുടങ്ങി. പക്ഷെ അത് കുഴപ്പമില്ല. ഓർഡർ എഴുതിയിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നവർ വരുന്നുണ്ട്, പബ്ലിക് ഉദ്ദേശിക്കുന്നവർ വരുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ഈ സിനിമ സ്വർണ്ണക്കെടുക എന്ന് പറഞ്ഞ വിജുവനെ വെച്ച സിനിമയാണ്. പിന്നെ സിനിമയുടെ ഷൂട്ട് ഉണ്ടായിട്ടില്ല, സിനിമ എഴുത്തും കാര്യങ്ങൾ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ അനുഭവത്തിൽ അത് തന്നെയാണ് ശരി.
സംവിധായകൻ പറയുന്നത് സീനുകളുടെ മാറ്റങ്ങളോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ വ്യക്തിത്വത്തെയോ അല്ലെങ്കിൽ ക്യാരക്ടറൈസേഷനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകളായിരിക്കും. കഥ അല്ലെങ്കിൽ ഇപ്പം ഞാനും മധുവിന് എഴുതിയ പടം നക്സൽ വർഗീസിൻ്റെയും അയാളെ വെടിവെച്ചു വന്ന അദ്ദേഹത്തെ വെടിവെച്ചു വന്ന രാമേന്ദ്രൻ പിള്ളയുടെ കഥയായിരുന്നു. അപ്പോൾ ആദ്യമേ കഥ ആലോചിച്ചപ്പോഴേ മധുരോട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അപ്പോൾ ആരെങ്കിലും ആലോചിക്കുകയാണെങ്കിൽ ഇത് നക്സൽ വർഗീസിൻ്റെ കഥ പറയാനായിട്ട് നക്സൽ വർഗീസിൻ്റെ കഥയായിരിക്കും പറയുക. നമുക്ക് രാമേന്ദ്രൻ നായരുടെ വെർഷനിൽ നക്സൽ വർഗീസിനെ കുറിച്ച് പറയാം. രാമേന്ദ്രൻ നായർ വയനാട്ടിൽ പോവുകയും അവിടെ വെച്ചൊരു അപരിചിതനെ കണ്ടുമുട്ടുകയും കാലക്കാലം പോകെ ഇത് നക്സൽ വർഗീസാണെന്നറിയുകയും അയാളാൽ കൊല്ലപ്പെടുകയും ചെയ്യുന്ന വരുന്നൊരു കഥയിലേക്ക് എത്താം എന്ന് പറഞ്ഞ അപ്പോൾ ആ കഥ പറയുന്ന രീതി നക്സൽ വർഗീസിൻ്റെ കഥയാണ് പറയുന്നെങ്കിലും രാമേന്ദ്രൻ പിള്ളയുടെ കഥയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അച്ഛനുറങ്ങാത്ത വീടെന്ന് പറയുന്ന കഥയും സിനിമയും പബ്ലിക്കിനൊക്കെ അറിയാവുന്ന കഥയാണ്. സൂര്യനെല്ലി ശ്രീബേടയുടെ കേസ്, അതിലെ പെൺകുട്ടിയുടെ കഥയാണ് നമ്മൾ പറയേണ്ടത്. പക്ഷേ ഞാൻ എൻ്റെ സംവിധായകൻ ലാൽ ജോസിനോട് ചോദിച്ചു, പെൺകുട്ടി നമ്മൾ സെക്കൻഡ് ഹാഫിൽ പെൺകുട്ടിയെ കാണിക്കുന്നുള്ളൂ, ഫസ്റ്റ് ഹാഫിൽ പെൺകുട്ടിയെ കാണിക്കാതെ പെൺകുട്ടിയെക്കുറിച്ചുള്ള കഥ പറഞ്ഞു പോകാം, പെൺകുട്ടി അച്ഛൻ്റെ കാഴ്ചപ്പാടിൻ്റെ കഥ. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ഹാഫിലായിരുന്നു ആദ്യം ആലോചിച്ച എൻ്റെ ആലോചനയുടെ വഴികളായിരുന്നു. അതൊക്കെ സംവിധായകർ രണ്ട് കൈയായിട്ട് സ്വീകരിക്കുകയും ആ സിനിമകളൊക്കെ നല്ല സിനിമകളെന്ന രീതിയിൽ പരിഗണിക്കപ്പെടുകയും ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം എനിക്ക് ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ IVCC എന്ന് പറഞ്ഞ സംവിധായകൻ്റെ കൂടെ 1-2 സിനിമകൾ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ അങ്ങേരെ സംബന്ധിച്ചിടത്തോളം IVCCയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങേര് മലയാളത്തിലെ എല്ലാ നല്ല എഴുത്തുകാരുടെയും പത്മനാഭ സാറിൻ്റെ ആയാലും പിന്നെ MD സാറിൻ്റെ ആയാലും ദാമോദരൻ മാഷിൻ്റെ ആയാലും ഒക്കെ ഏറ്റവും കൂടുതൽ തിരക്കഥകൾ സംവിധാനം ചെയ്ത ആളാണ് IVCC. 145 പടം ചെയ്തതാണ്. അപ്പം അങ്ങേരുടെ കൂടെ പടം ചെയ്തപ്പോഴത്തേക്ക് ഒരു റൈറ്റർ എന്ന നിലയിൽ എനിക്കുണ്ടായ ഒരു പാഠം എന്ന് പറഞ്ഞാൽ മൂപ്പര് ഈ നമ്മൾ തിരക്കഥ എഴുതി 10 സീൻ എഴുതി കഴിഞ്ഞിട്ട് 11ാമത്തെ സീനിലേക്ക് എത്തുമ്പോഴേ മൂപ്പര് ഇവരുടെ അനുഭവങ്ങൾ കൊണ്ട് പറഞ്ഞത് ഈ 11ാമത്തെ സീനിൽ ഈ 10 സീനും വേണ്ട, 11ാമത്തെ സീനിൽ നമുക്ക് ഇങ്ങനെ തുടങ്ങിയാൽ മതി, ഇങ്ങനെ പറഞ്ഞാൽ മതി. അത് സിനിമ ചെയ്ത് വരുന്ന ഒരു അനുഭവത്തിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ മൂപ്പരുടെയൊക്കെ സിനിമയായിട്ടിരിക്കുമ്പോൾ പോലും നമ്മൾ ഈ ആദ്യ ചിന്ത, ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ആദ്യ ചിന്തയിൽ വലിയ മാറ്റം വരുത്താൻ വഴി ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ആദ്യ ചിന്തയാണ് സിനിമ, അത് മാറുമ്പോൾ സിനിമ മാറും. ചില സിനിമകൾ നമ്മൾ സിനിമ തുടങ്ങി പകുതി ആകുമ്പോഴത്തേക്ക് പൊതു ചർച്ചയിൽ വന്നിട്ട് വേറെ സിനിമയായിട്ട് മാറും. അത് ചിലപ്പോൾ ഭയങ്കര കുഴപ്പങ്ങളായി സംഭവിക്കുകയാണ് പതിവ്. അപ്പം ആദ്യ ചിന്ത എന്ന് പറയുന്നത് തന്നെയാണ് സിനിമയുടെ കണ്ടന്റ്, അതാണ് സിനിമയുടെ ന്യൂക്ലിയർ, അതാണ് സിനിമയുടെ ആത്മാവ്. അതിൽ സീനുകൾക്കോ പറയുന്ന രീതിക്കോ പറയുന്ന ഭാഷയ്ക്കോ ഒക്കെ വ്യത്യാസം ഉണ്ടാവാം. ആ ആദ്യം നമ്മൾ ചിന്തിച്ച ചിന്തയ്ക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറൊരു സിനിമയാകും, വേറെ സിനിമ ചിലപ്പോൾ നന്നാവാം, ചിലപ്പോൾ മോശമാകാം. അടുത്തത് മധുവിൻ്റെ അടുത്താണ്. ഒരു സംവിധായകൻ തിരക്കഥയിൽ എത്രത്തോളം സർഗാത്മകമായി ഇടപെടാൻ അയാൾക്കുള്ള സ്പേസ് എത്രയാണ് എന്നുള്ളതാണ്. പിക്കാസോ പറഞ്ഞിട്ടുണ്ട്, ആർട്ട് ഈസ് ദ എലിമിനേഷൻ ഓഫ് ദി അൺനെസസറി. അനാവശ്യത്തിൻ്റെ ഒഴിവാക്കലാണ് കല. ഒരു സംവിധായകൻ എന്ന രീതിയിൽ പ്രത്യേകിച്ചും വലിയ സാഹിത്യകൃതികൾ, വലിയ ബൃഹത്തായ 1-2 സാഹിത്യകൃതികൾ പരമ്പരയാക്കിയ ആളെന്ന രീതിയിൽ എത്രത്തോളം അതിൽ ഇംപ്രവൈസേഷൻ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു കഥാകാരൻ കൂടി ആയതുകൊണ്ട് മധുവിന് അത് കുറച്ചുകൂടി സുഗമമായിരിക്കും. അത്തരം സ്വന്തം അനുഭവങ്ങളുടെ 1-2 ഉദാഹരണങ്ങളോടുകൂടി ഓർക്കാമോ? തിരക്കഥ വേറെ, സിനിമ വേറെ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് തന്നെയാണ്. കാരണം സ്ക്രീൻ പ്ലേയിൽ ചിലപ്പോൾ നമ്മൾ ബാബു പറഞ്ഞ പോലെ 10 സീൻ എഴുതി 11ാമത്തെ സീൻ എഴുതുമ്പോൾ ഇങ്ങനെ തുടങ്ങാമെന്ന് ബാബു പറഞ്ഞു. ചിലപ്പോൾ ആ സീനും ചിലപ്പോൾ 5 പേജ് ഡയലോഗ് ഓറിയൻറ്റഡ് ആയിട്ട് എഴുതി വെച്ച സംഭവം നമ്മൾ ചിലപ്പോൾ ആ 5 പേജ് ഡയലോഗും വേണ്ട, ഒരു നോട്ടം മതി, അല്ലെങ്കിൽ ഒരു മൂളൽ കൊണ്ടും ഈ പറഞ്ഞ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാവും. അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എപ്പോഴും സിനിമാ സംവിധായകൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. എല്ലാ സംവിധായകരും അത് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് കഥയെ ഉള്ളിലേക്ക് കയറുന്നു. നമ്മളെപ്പോഴും സ്ക്രീൻ പ്ലേ, ഇപ്പം PN മേനോൻ സാറിനെ കുറിച്ച് ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത്, ഒന്നും വേണമെന്നില്ല, കാരണം കഥ കയ്യിലുണ്ട്, അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ആ സ്ക്രീൻ പ്ലേയുമായിട്ട് സാറ് ലൊക്കേഷനിൽ വന്നാലും ആ ലൊക്കേഷനിൽ കാണുന്ന ഒരു മോമെൻ്റ് സാറ് ഇംപ്രവൈസ് ചെയ്ത് തുടങ്ങും. ആ ഇംപ്രവൈസേഷൻ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നതിനകത്ത് നിന്ന് ഈ ഇംപ്രവൈസേഷനിൽ നിന്നും കഥയിലേക്ക് അതിമനോഹരമായ ഒരു ലാൻഡിങ് പുള്ളി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ലാൻഡിങ് മഹത്തായ സാധനമായിരിക്കും, പക്ഷെ അത് സ്ക്രിപ്റ്റിലുണ്ടാവണമെന്നില്ല. സ്ക്രിപ്റ്റിലില്ലാതെ അതിനെങ്ങനെയൊക്കെ ഈ കഥയുടെ ഭാഗമാക്കി മാറ്റാമെന്ന് ആലോചിക്കാറുണ്ട്. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞ ഒരു വലിയ കാര്യത്തിന് തന്നെ ഈ പ്രാദേശിക ഭാഷ
നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന ഡയലോഗ്സിലേക്ക് ഈ പ്രാദേശിക ഭാഷകൾ ഇപ്പം വർത്തമാനം പറച്ചിൽ പോലെ എഴുതാമെന്നതുണ്ട്. കാരണം ഡയലോഗുകൾ നമ്മളും ഇപ്പോഴും പലപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചില സിനിമകളിലൊക്കെ തന്നെ നേരത്തെ ഡയലോഗൊന്നും എഴുതി തരുന്നത് ഇതായിരിക്കും സാധ്യത, ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റും എന്ന് പറയുന്ന രീതിയിലേക്ക് നിങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഡയലോഗ് അങ്ങനെ പറയാം. ഇപ്പം നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ ചില സിനിമകൾ കണ്ടിട്ട് ചില സിനിമകളിലെ ചില ആക്ടേഴ്സ് അവരുടെ പ്രാദേശിക ഭാഷ സംസാരിക്കും. ഇപ്പം മാമുക്കോയുടെ ആ സ്ലാങ് ഉപയോഗിക്കുള്ളൂ, ഇന്നസെൻ്റായിട്ട് സ്ലാങ് ഉപയോഗിക്കാം, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാർ അങ്ങനെ രീതിയിൽ ചെയ്യുന്നത്. അപ്പം പക്ഷെ ഇതെല്ലാം കൂടെ ഒറ്റ ഗ്രാമത്തിലേക്ക് വന്ന് വീണത് പോലത്തുള്ള ചില സിനിമകൾ നമ്മൾ കാണാറുണ്ട്. അതും നമ്മൾ അങ്ങനെയും കണ്ടിട്ട് അപ്പം നമ്മളത് കാണുമ്പോൾ തോന്നുന്നു ഇതെന്ത് ഇങ്ങനെ എന്നൊരു. സാധാരണ നഗരങ്ങളിലാണെങ്കിൽ മെട്രോ കൾച്ചറിൽ നമുക്കത് സംസാരിക്കാം. പക്ഷേ വിവിധ ദേശങ്ങളിലുള്ള ആളുകൾ വന്ന് നിന്നിട്ട് ഒരു കുടുംബത്തിലെ കഥ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളത് സ്വീകരിച്ചിട്ടുണ്ട്. അത്തരം സിനിമകളൊന്നും നമ്മളെ ബാധിച്ചിട്ടുമില്ല, അതെല്ലാം അതിൻ്റെ വഴി കടന്നുപോയിട്ട്. കാരണം അപ്പോഴൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ളത് ആ ആക്ടേഴ്സ് നമുക്ക് ഇഷ്ടമാണ്, അവർ പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു കൗതുകമുണ്ട്. അപ്പം അവർ ഭാഷയിൽ അവരുടെ എന്നും പറയട്ടെ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അത് തിരക്കഥാകൃത്തും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സംവിധായകനും അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അങ്ങനെ തന്നെ വന്നത്. വേണമെങ്കിൽ ആ തിരക്കഥാകൃത്തിനോ അല്ലെങ്കിൽ ആ സംവിധായകനോ പറയാം ഇങ്ങനെയല്ല എൻ്റെ ഞാൻ അങ്ങനെ ഗോപിച്ചേട്ടൻ്റെ കൂടെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും ഗോപിച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഗോപിച്ചേട്ടൻ ശാന്താദേവി എന്നൊരു ആക്ട്രസ് ഉണ്ട്, മരിച്ചുപോയി. അവർക്ക് നാഷണൽ അവാർഡ് കിട്ടിയതുകൊണ്ട് ആ സിനിമ യമൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. യമനത്തിൻ്റെ ചെയ്യുമ്പോൾ ഞാൻ കാലിക്കറ്റാണ് എൻ്റെ സ്വദേശം, ശാന്ത ചേച്ചി കോഴിക്കോടാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിനകത്ത് അറിയാതെ ഞങ്ങളൊരു കോഴിക്കോടൻ ആക്സെൻറ്റുകൾ കയറി വരും. എന്നോട് ഗോപിച്ചേട്ടൻ പറഞ്ഞു, നിങ്ങളുടെ ഈ കോഴിക്കോടൻ ഭാഷയൊക്കെ നിങ്ങൾ കാണുമ്പോൾ പറഞ്ഞാൽ മതി, അത് ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ എഴുതി വെച്ച അതേ ഡയലോഗ് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് അത് ആ റൈറ്ററായിട്ടുള്ള ആളുടെയും ആ ഡയറക്ടറുടെയും തീരുമാനമാണ്. ആ തീരുമാനത്തിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല, അങ്ങനെ ചെയ്യുന്നതുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് പറഞ്ഞത്, അപ്പം ചിലപ്പോൾ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംവിധായകനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ ശാന്ത ചേച്ചിക്ക് കംഫർട്ട്. കാരണം ഇതിനകത്ത് ഗോപിച്ചേട്ടൻ എഴുതി വെച്ചിട്ടുള്ള ചില ഡയലോഗുകളുടെ വാക്കുകൾ ശാന്ത ചേച്ചിക്ക് പറയാൻ പറ്റാത്തതുണ്ട്. കാരണം അവർ നിത്യം ഉപയോഗിച്ചിട്ടില്ലാത്ത ചില വാക്കുകളുണ്ട്. അപ്പം അത് പ്രത്യേകിച്ച് ചില അങ്ങനെ കുറച്ച് പോളിഷ്ഡ് ആയിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ ഒക്കെ ചില സ്ലാങ്ങിൻ്റെ പോളിഷ്ഡ് വേർഷൻ ഉണ്ട്. അത് ചിലപ്പോൾ ചേച്ചിക്ക് പറയാൻ പറ്റും. അത് ഞാൻ ഇങ്ങനെ പറയും, ഇങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റില്ല മധു, ഇതൊന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറയുന്നു. അപ്പം ഇതൊന്ന് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. പക്ഷെ ഞാൻ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് ചോദിച്ചു നോക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ചോദിച്ചു നോക്കിയാൽ ഗോപിച്ചേട്ടൻ എന്നെ ചീത്ത വിളിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ശാന്ത ചേച്ചി ഇതിനകത്തുള്ള ഡയലോഗ് ആസ് ഇറ്റ് ഈസ് എങ്ങനെയാണ് ഇതിനകത്ത് പറയേണ്ടത് അത് പറയണം എന്നുള്ളത്. എന്നിട്ട് അവസാനം എനിക്ക് ഈ പ്രാദേശിക ഭാഷ പഠിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമായതുകൊണ്ട് ഞാനത് ഉപയോഗിക്കും. ഒഴിവുകളിലൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് അത് ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ്. അപ്പോൾ ഈവൻ തലപ്പാവിനകത്തും അതുപോലെയുള്ള പല സ്ഥലങ്ങളും നമ്മൾ ഈ പറയുന്ന ആ ഭാഷ അവരുടെ സ്ലാങ് പിടിക്കാതെ. ബാബു വളരെ കൃത്യമായിട്ട്, ബാബു ചങ്ങനാശ്ശേരിക്കാരനാണ്, ബാബുവിന് ഈ ആലപ്പുഴയുടെ ഒരു ഭാഷ അറിയാം. അപ്പം ഈ കുട്ടനാടിൻ്റെ ഒരു സ്വഭാവത്തെ നിർത്തിക്കൊണ്ടാണ് ഇത് നമുക്ക് കൂടെ പറയാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആക്ടേഴ്സ് അത് കൃത്യമായിട്ട് വരും. ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അതുവരെ കൊച്ചി സ്ലാങ് പറഞ്ഞിരുന്ന സ്ഥിതിലാൽ ലാലിനെ ഞാൻ തിരുവിതാംകൂറിൻ്റെ ഭാഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് പണിയുണ്ട്. അപ്പോൾ ഇത് ഒഴിമുറിയിൽ അത് ടിപ്പിക്കൽ തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഭാഷ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തതിനെ നമുക്കറിയുമെങ്കിൽ മാത്രമേ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് വരാൻ പറ്റുള്ളൂ. എന്നോട് എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ സ്വദേശം തിരുവനന്തപുരമാണോ എന്നുള്ളത്. കാരണം ഈ സ്ലാങ് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല എന്നുള്ളത് വേറൊരു ഇത്. അപ്പോൾ അതുകൊണ്ട് ഭാഷ ഉപയോഗിക്കുന്നതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ എഴുത്തുകാരൻ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ അതിനെ മാറ്റിമറിക്കാനോ അതിനെ വേറൊരു തരത്തിലേക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനോ ഒക്കെ പറ്റുന്ന ഒരു വഴികൾ ഈ ഡയറക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ ചോദ്യം എത്രത്തോളം ഈ എലിമിനേഷൻ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. സംഭാഷണമല്ല, മൊത്തത്തിൽ സീനുകൾ തന്നെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, സീൻ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒഴിമുറിയിലൊക്കെ എത്രയോ സീനുകൾ നമ്മൾ പുതിയതായിട്ട്, കാരണം ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നതിനകത്തേക്ക് ഷൂട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ചില സാധനങ്ങൾ പോരാ, ഇവിടെ ഇത് പറഞ്ഞാൽ പോരാ, ഇവിടെ ഇങ്ങനൊരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് പലപ്പോഴും നമ്മൾ സിനിമകളിൽ ചെയ്യാറുണ്ട്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണമുണ്ട്.
അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഓഡിയൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓഡിയൻസിനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ വെൽ എക്വിപ്ഡ് ആണോ എന്നുള്ളത് മാത്രമാണ്. നമുക്കത് പറയുമ്പോൾ ഈ പറഞ്ഞ സാധനത്തിന് അവർ ചോദിക്കും. നേരത്തെ ബാബു പറഞ്ഞല്ലോ 10 സീനുകൾ വിട്ടിട്ട് 11ാമത്തെ സീനിനകത്തുള്ള പറഞ്ഞ കാര്യങ്ങൾ, ഈ 10 സീൻ എന്തിനാണ് പറഞ്ഞത് എന്ന് 11ാമത്തെ സീനിൽ ഒറ്റ നോട്ടം കൊണ്ടോ ഒരു വാക്ക് കൊണ്ടോ പറയാൻ നമുക്ക് പറ്റണമെങ്കിൽ ഈ 10 സീനിന്റെ ഡെപ്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നില്ല. സംഭാഷണം എന്നാണ് നമ്മുടെ ടൈറ്റിൽ കാണുന്നത്. അതിൽ അടൂർ ഭാസിയാണ് വില്ലനല്ല നായകൻ. കുറ്റാന്വേഷകൻ അടൂർ ഭാസിയാണ്, മധുസാറാണ് വില്ലൻ. അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ചിത്രമാണ്. അപ്പോൾ ഭാസി ഒരു സ്ഥലത്ത് ഈ പി രാഘവൻ നായർ അവതരിപ്പിക്കുന്ന കഥാപാത്രമുണ്ട്. അതായത് മധുസാറിൻ്റെ അമ്മായിപ്പനല്ല, ശരിക്കും അമ്മാവൻ. ആ അമ്മാവൻ്റെ മകളെ അദ്ദേഹം പ്രേമിക്കുന്നുണ്ട്. അമ്മാവന് തീരെ താല്പര്യമില്ല ഇയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. അപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇവരുടെ ഒരു കസിനാണ് ഭാസി. കസിൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഇഞ്ചിയാണ് ഇത് എഴുതുന്ന 70-ലാണ്, 1970. ഞാനൊക്കെ ജനിക്കുന്നതിന് എത്രയോ 1-2 വർഷം മുമ്പ് എഴുതിയ ഒരു ഇതാണ്. അപ്പം ഞാൻ ഒരിക്കൽ മധുസാറിൻ്റെ അടുത്ത് ചോദിച്ചു, ഒരിക്കലും അങ്ങനെ ഒരു ഇഞ്ചിയാന്ന് വള്ളുവനാട്ടുകാരനായ സി രാധാകൃഷ്ണൻ എഴുതില്ല. അവള് പറഞ്ഞത് ഞാൻ എഴുതിയാണ്. ഞാൻ മസാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. മസാറുമായിട്ടൊരു അടുപ്പം എനിക്കുള്ളത് കൊണ്ട് തന്നെ മസാറിന്റെ എല്ലാ തിരക്കഥകളും ആരെ കൊണ്ടെങ്കിൽ പല സിനിമകളിലും വേറെ റൈറ്റേഴ്സിനെ കൊണ്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതെല്ലാം അതിമനോഹരമായിട്ട് തിരുത്തിയിട്ടുണ്ട് എന്നുള്ളത് മസാറിനോട് പറഞ്ഞിട്ടുണ്ട്. പല എഴുത്തുകാർ, സി രാധാകൃഷ്ണൻ, കടവച്ചന്ദ്രൻ പിള്ള ഉണ്ടായിരുന്നു, അങ്ങനെ ഒത്തിരി പേരുടെ. മറ്റൊരു അനുഭവം ഇതുപോലെ ഞാൻ ഈ സാഹിത്യവും തിരക്കഥയും തമ്മിലുള്ള അതിൻ്റെ ഒരു കൊള്ളക്കൊടുക്കയെ പറ്റി പറഞ്ഞപ്പം ഓർത്തതാണ് ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എഴുതിയ ഒരു സിനിമയാണ്. എൻ്റെ അടുത്ത് ഹരിഹരൻ സാർ ഒരിക്കൽ ചോദിച്ചു, ഈ ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ചയുടെ തുടക്കം എങ്ങനെയാണ്? ഞാൻ പറഞ്ഞ മകളുടെ വിവാഹം, അംബിക എന്ന മകൾ വിവാഹിതയാണ്, അവിടെ വരുന്ന അമ്മയിൽ നിന്ന്. എന്നാൽ MT എഴുതിയത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇവരുടെ ഈ അമ്മയുടെ വിവാഹത്തിൽ, അതാണ് വിവാഹനാളിൽ പോണി, അതിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. ഇത് മുഴുവൻ ടോപ്സി ടർവി ചെയ്തു, ഇത് മുഴുവൻ പൊളിച്ച്. അതാണ് ഞാൻ പറഞ്ഞ ഒരു സംവിധായകൻ്റെ ഇംപ്രവൈസേഷൻ. അത് ഒരു റൈറ്ററിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അയാളുടെ ഒരു വലിയ സർഗാത്മകതയായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ല, അത് വേണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് സബ്ജക്റ്റ് നമ്മളുടെ ഉള്ളിലേക്ക് കയറണം. ഡയറക്ടറുടെ ഉള്ളിൽ സബ്ജക്റ്റ് കൃത്യമായിട്ട് ആദിമധ്യാന്തം ഉണ്ടാവണം. നമ്മളിതിന് ഇപ്പം ഞാനെനിക്ക് വളരെ രസമുണ്ട്. ബാബു തലപ്പാവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഇത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന ഒരു കഥയാണ്. ആ കഥ ഇവിടെയുള്ള എല്ലാവരും. പക്ഷെ ആ കഥ പറയുമ്പോൾ ഇങ്ങനെ പറയരുത്, അതിനൊരു ലീനിയൻസി ഇതിന് പകരം നോൺ ലീനിയർ ആക്കാമെന്നത് ബാബുവിൻ്റെ ഒരു തീരുമാനമാണ്. ആ തീരുമാനം ഭയങ്കര രസകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ്. കാരണം അതുവരെ പറഞ്ഞു വന്ന ശീലങ്ങളിൽ നിന്നല്ലാത്ത ഒരു നറേറ്റീവ് സ്റ്റൈല് അതിനകത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് 2008-ലാണെന്ന് ആലോചിക്കണം. അതുവരെ ഇവിടെ അത്തരം രീതിയിലുള്ള സിനിമ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു നോൺ ലീനിയർ സ്വഭാവത്തിൽ സിനിമകൾ ഉണ്ടാകാത്ത ഒരു സമയത്ത് തന്നെയാണ് ആ സിനിമ അങ്ങനെ. കാരണം അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു സബ്ജക്റ്റിനെ നമ്മൾ അറിയുന്ന അതേ ഭാഷയിൽ തന്നെ പോകാതെ വേറൊരു ഭാഷ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ, ഞാൻ ഭാഷ എന്ന അർത്ഥത്തിൽ പറഞ്ഞ സ്റ്റൈലിലാണ്, അത് ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അതായിരിക്കും അതിനൊരു വൃത്തി ഉണ്ടാവുക എന്നുള്ളതല്ല. അപ്പോൾ ആ ഒരു രീതി നമ്മൾ ഇരുന്ന് ചെയ്ത് വന്നപ്പോഴാണ് അതിനൊരു അവസാനം ഉണ്ടാകുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതിനെയും നമുക്ക് വേണമെങ്കിൽ പൊളിച്ചെടുത്തിട്ട് സാധനങ്ങൾ ചേർക്കും. ഒത്തിരി സിനിമകൾ ലീനിയർ ലെവലിൽ ഷൂട്ട് ചെയ്തിട്ട് നോൺ ലീനിയറിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ നമ്മുടെ മുമ്പിൽ ധാരാളമുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്ന ഭാഷകൾ, ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു സാധനം കൂടി ഞാൻ പറഞ്ഞിട്ട് ചുരുക്കാമെന്നുള്ളത്, ഈ അഡോൾസൻസ് എന്നുകൊണ്ടിട്ട് ഒരു സീരീസിൽ അത് മുഴുവൻ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ സഞ്ജു പറഞ്ഞതുപോലെ 20 വയസ്സിന് താഴേക്ക് നമ്മളാവണം. ആയാൽ മാത്രമേ നമുക്ക് ആ സിനിമ ആ സീരീസ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് ഇന്ന് സച്ചുമാഷോട് കൂടി സംസാരിച്ചു. കാരണം നമ്മൾ കാണുന്ന ഇമോജികളുണ്ട്, ആ ഇമോജികൾ വെച്ച് അതിനകത്ത് വർക്ക് ചെയ്തിട്ട് ഓരോ ഇമോജിക്കും ഓരോ ഒരു അർത്ഥമുണ്ട് എന്നുള്ളതാണ്. ഒരു ചുമന്ന ഇമോജി ഇടുന്നത് അതല്ല, ഒരു പിങ്ക് ഇമോജി ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളുമായിട്ട് ഏതെങ്കിലും ഒരാൾക്ക് നമ്മളിങ്ങനെ നമുക്കിത് അറിയാമെന്ന് പറഞ്ഞിട്ടുള്ള ധൈര്യത്തിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തലവേദനയായി മാറുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുകൂടി ആലോചിക്കണം. അപ്പം ഇമോജികളുടെ ഭാഷ നമ്മൾ ഈ പറയുന്ന 20 വയസ്സ്, ഇപ്പം നേരത്തെ 16 മുതൽ 35 വയസ്സ് വരെയുള്ള കാണുന്നെങ്കിൽ ആ 35 വയസ്സുകാരനും ഇതിനകത്ത് കൃത്യമായിട്ട് ബോധമുണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ. കാരണം 20 വയസ്സുകാരൻ്റെ മനസ്സ്
വേറെയാണ്, വളരെ വ്യത്യസ്തമായ അവൻ്റെ ഭാഷ വേറെയാണ്. ആ ഭാഷ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ മാത്രമാണ് നമ്മൾ കൃത്യമായി. ഞാനിത് എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ എൻ്റെ വീട്ടിൽ വരുന്ന എൻ്റെ 2 മക്കളോടൊപ്പമുള്ള പിള്ളേർ വന്ന് അവരും ഒക്കെ ആയിട്ട് നമ്മൾ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് ഞാൻ പല കാര്യങ്ങളും പഠിക്കുന്നത്. അവരാണ് എന്നെ സിനിമകൾ കാണൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തരുന്നത്. അപ്പം എൻ്റെ രണ്ടാമത്തെ ആളാണ്, 23 വയസ്സായ അയാൾ തരുന്ന ഇന്നത് കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കാണിക്കുന്നത് കൊണ്ടും എനിക്കറിയാത്തത് ഞാൻ അവളോടാണ് ചോദിക്കുന്നത്. അവളുടെ കൂട്ടുകാർ വരുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ ഇതിനകത്ത് സ്വയം ഒരു പഠിതാവായിക്കൊണ്ട് ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് കൂടി നിൽക്കുന്നത് കൊണ്ടാണ് കുറച്ചെങ്കിലും ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്കും പറ്റുന്നത്. 2 ചോദ്യങ്ങളോടുകൂടി നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാൻ തോന്നി. മലയാള സിനിമയിൽ ഈ പറഞ്ഞ പോലെ ഈ സ്ട്രക്ചറിൽ ഒരു വലിയ പരീക്ഷണം നടത്തിയ ഒരു ചിത്രമാണ് അധികമൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയ സിറ്റി ഓഫ് ഗോഡ്. ലിജോ പെല്ലിശ്ശേരിയും ബാബുവും കൂടി ചേർന്ന് ചെയ്ത ഒരു സിനിമയായിരുന്നു അത്. എനിക്ക് ഈ സ്ട്രക്ചറിൽ വേറൊരു വലിയ പരീക്ഷണം നടത്തിയ ചിത്രമായിരുന്നു ട്രാഫിക്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഷഫിൾ ഓഫ് പ്ലോട്ട്സ് ഉണ്ടായിരുന്നു. ഈ ബാബേൽ എന്ന് പറയുന്ന ഒരു ചിത്രമാണ് ഞാൻ അതിന് മുമ്പേ ഉണ്ടല്ലേ, അതാണ് അമറോസ് ഫെറോസ് ആണ് ശരിക്കും. ഇത്തരം സ്വാധീനങ്ങൾ നിങ്ങളെ ഒരു സർഗാത്മക എഴുത്തുകാർ എന്നുള്ള രീതിയിൽ നിങ്ങൾ 3 പേരെയും എഴുത്തുകാർക്ക് തരുന്നൊരു ചോദ്യമാണ്. അത് സ്വാധീനിച്ചിട്ടുണ്ട്. ബാബു അതിൽ സിറ്റി ഓഫ് ഗോഡിൽ നിന്ന് തുടങ്ങാം. തീർച്ചയായിട്ടും അമറോസ് ഫെറോസ്, ബാബേല്, 21 ഗ്രാംസ്, പിന്നെ ബേണിംഗ് പ്ലേ എന്ന് പറഞ്ഞതിൻ്റെ റൈറ്റർ ഡയറക്ടർ ചെയ്തോളൂ. ഈ സിനിമകളൊക്കെ അതിൻ്റെ ഒരു ആവശ്യമില്ലാത്തൊരു ആവേശമായിരുന്നു സിറ്റി ഓഫ് ഗോഡ്. അത് കണ്ടുള്ള ആഗ്രഹമുണ്ടാകും. പിന്നെ എനിക്ക് തോന്നി ഈ നേരത്തെ പറഞ്ഞു തന്ന മാത്രമേ ഇപ്പം നമ്മുടെ പെയിൻറ്റിങ്സ് ആയാലും പിന്നെ ആർക്കിടെക്ചറായാലും ഇപ്പോൾ വീട് പണിയുന്ന വീടിൻ്റെ രൂപം, അങ്ങനെ എല്ലാ കലാരൂപങ്ങൾക്കും കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആവും. സിനിമയ്ക്കും നോവലിനൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എപ്പോഴും പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഉദാഹരണം പറഞ്ഞാൽ, രഞ്ജിത്ത് തിരക്കഥ എഴുതി IVC ഡയറക്റ്റ് ചെയ്ത പിന്നെ ദേവാസുരവും അതിൻ്റെ ശേഷം അതേ സ്വഭാവത്തിൽ വന്ന മറ്റ് സിനിമകളും കാണുമ്പോൾ ദേവാസുരം ഇപ്പോഴും നമുക്ക് ഭയങ്കര അനുഭവവേദ്യമാണ്. ഭയങ്കരമായിട്ട് നമ്മൾ ആസ്വദിക്കും. ദേവാസുരത്തിനകത്ത് ഒരു ഷോട്ട് പോലും ഒരു സീൻ പോലും നമുക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നിയോ അല്ലെങ്കിൽ ഒരു പഴഞ്ചനായിട്ട് തോന്നിയോ ചെയ്യാറില്ല. ഇടയ്ക്ക് മാറ്റർ അതിൻ്റെ കഥയെ അതേപോലെ ഫോളോ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ്. അതിനുശേഷം വന്ന ഇപ്പം ഷാജി കൈലാസ് ഡയറക്റ്റ് ചെയ്ത പിന്നെ നരസിംഹം, അത് ആ കാലത്ത് സൂപ്പർ ഹിറ്റായിരുന്നു. ഇക്കാലത്ത് മോശം എന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ നരസിംഹം ഇപ്പം കാണുമ്പോൾ നരസിംഹത്തിൻ്റെ ഹൈ സ്പീഡ് ഷോട്ടുകളും സിസ്പാനുകളും അങ്ങനത്തെ പല ടെക്നിക്കൽ വശങ്ങൾ നമുക്കിപ്പം മോശമായിട്ട് തോന്നുന്നുണ്ട്. നമുക്കിപ്പം ഒരു സുഖം വെച്ചാൽ അത്തരം ധാരാളം കണ്ട് നമ്മളതിനോട് അതിനെ അത്ര വലിയ പൊതുവേ ഇല്ലാന്ന് മാത്രമല്ല, അത് സിനിമയ്ക്ക് ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയോണ്ടായിരിക്കും. അപ്പോൾ എന്നാൽ പോലും അതിനു മുമ്പ് കുറച്ചുകൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പേരുകൾ മറന്നു പോകുന്നു. പിന്നെ ആദ്യകാലത്തെ പിന്നെ ചില സിനിമകളുണ്ട്. എനിക്ക് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ കൂടി കള്ളനായി, പിന്നെ അങ്ങനെ ആ പേര് ആ കാലഘട്ടത്തിൽ ചില സിനിമകൾ. ഇപ്പം പി ഭാസ്കരൻ മാഷ് ഡയറക്റ്റ് ചെയ്ത പടങ്ങൾ, ഇപ്പം കിഴക്ക് പാട്ടുകളൊക്കെ ഓർമ്മ. അതിൽ ഭയങ്കര ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കുറച്ചേറെ മെസ്സേജുകൾ, അതായത് അതിൻ്റെ കഥാതന്ത്വം ഇതാണ്. ഗ്രാമീണ ഒരു ഗ്രാമസേവികയാണ് അതിൻ്റെ ഒരു കഥാപാത്രം. KR വിജയൻ ചെയ്യുന്നത്. ഗ്രാമസേവിക എന്ന് പറയുന്ന ലേഡി രാത്രിയിലും പകലുമൊക്കെ നാട്ടുകാരെ സേവിക്കാൻ വേണ്ടി പോകുമ്പോൾ അവരെക്കുറിച്ച് ഭയങ്കര ദുരാരോപണങ്ങൾ പറഞ്ഞു വരുത്തുകയും അവരെക്കുറിച്ച് സ്വഭാവഹത്യുകയും ചെയ്യുന്ന ആ പറഞ്ഞു പരത്തുന്ന ആൾക്കാർ അതിൻ്റെ അകത്ത് നെഗറ്റീവ് എലമെൻസ് ആയിരുന്നു. അപ്പം സ്വതന്ത്ര ഭാരതം പിന്നെ പേര് അനുശാസനം തന്നെ ആദികരണങ്ങൾ കറക്റ്റ് ആദികരണങ്ങൾ. അതിനകത്ത് സത്യൻ്റെ കഥാപാത്രം തടി വനത്തിലെ തടി വെട്ടി കള്ളക്കച്ചവടം നടത്തുന്ന ഒരു ക്രിമിനൽ ക്യാരക്ടറാണ് സത്യൻ. അടുത്ത മധുസാറാണ് ഭയങ്കര പോയറ്റിക്കായിട്ട് ക്യാരക്ടർ, പുള്ളി വയലും വായിക്കി വെച്ച്. അപ്പോൾ അന്ന് ആ സിനിമയ്ക്കകത്ത് ഈ പറഞ്ഞ ഡ്രമാറ്റിക്കായിട്ട് ഡയലോഗില്ല. പിന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതിക്കൊക്കെ അന്ന് മിക്സർ ക്യാമറ ഒക്കെ വെച്ചിട്ട് അങ്ങനെ അധികം മൂവ്മെൻറ്റുകളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പരിമിതമായ ഷോട്ടുകളും പരിമിതമായ ആംഗിളുകളൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്നുള്ളതല്ലാതെ, പക്ഷേ ആ സിനിമ ഇപ്പം കാണുമ്പോൾ നമുക്ക് ആ സിനിമയുടെ കഥയിലേക്ക് കടന്നു പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, ഇപ്പം പെയിൻറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം KC പണിക്കർക്ക് ശേഷം പല രീതിയിലുള്ള പെയിൻറ്റിങ് മെത്തേഡുകൾ വന്നിട്ടുണ്ട്. പല രീതിയിൽ പല അച്യുതൻ കൂടുതലൂർ അങ്ങനെ ഒത്തിരി രീതികൾ വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് KC പണിക്കരുടെ പെയിൻറ്റിങ്സിനോട് ഇപ്പോഴും ഒരു അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ചെയ്ത പെയിൻറ്റിങ്ങിനോട് നമുക്ക് ഇപ്പോഴും ഒരു ഭയങ്കര മമത ഫീൽ ചെയ്യും. എന്നാൽ അത് അത്ര പ്രാചീനമായ റിയലിസ്റ്റിക് അല്ലെ ഫോട്ടോ പോലെ വരയ്ക്കുന്ന പെയിൻറ്റിങ്സ് ആയിരുന്നില്ല. അപ്പം രാജാരവിവർമ്മയുടെ കാലത്തുള്ള പെയിൻറ്റിങ്സ് പോലെ അല്ല പിന്നീട് വന്ന ഒരു കാലഘട്ടത്തിൽ ചോളമണ്ഡലത്തിൽ നിന്ന പെയിൻറ്റിങ്സിൻ്റെ രീതിയിൽ അങ്ങനെയല്ല.
പക്ഷേ അതിനുശേഷം വന്ന പല പെയിൻറ്റിങ്ങുകളും നമ്മൾ ഒരു വട്ടം കണ്ട് 2 വട്ടം കണ്ട് 3 വട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനോട് വലിയൊരു പ്രതിപത്തി തോന്നുന്നു. ഇപ്പം തന്നെ ഇപ്പം എറണാകുളത്ത് പിന്നെ അക്കാഡമിയുടെ ഹാളിൽ പത്മിനിയുടെ പെയിൻറ്റിങ്സ് ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യം ഓരോ പെയിൻറ്റിങ്സ് കാണാൻ പോകുമ്പോഴും ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പത്മിനിയുടെ പെയിൻറ്റിങ്സ് അവിടെ കയറി ഇറങ്ങുമ്പോൾ നമ്മൾ ആ കറണ്ട് കണ്ട പെയിൻറ്റിങ്സിന് പോയിട്ട് അതേ സ്റ്റാൻഡേർഡ് പത്മിനിയുടെ പെയിൻറ്റിങ്ങുകൾ കാണാൻ പറ്റും. അപ്പോൾ ഈ കാലഘട്ടം മാറുമ്പോൾ അല്ലെങ്കിൽ പുതിയ മെത്തേഡുകൾ വരുമ്പോഴത്തേക്ക് അത് ഗംഭീരമാകൂ എന്ന് പറയുന്നതിനകത്ത് ആ കാലഘട്ടത്തിൽ മാത്രമേ ആവത്തുള്ളൂ. അടുത്ത കാലഘട്ടത്തിൽ അത് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആകും. അതേസമയം ക്ലാസിക്കുകളെ ബേസ് ചെയ്ത്, ക്ലാസിക്കൽ മീൻസ് ഞാൻ പറഞ്ഞില്ല, ആദ്യമേ പറഞ്ഞു. ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫോട്ടോ ഏതാ പെയിൻറ്റിംഗ് എന്ന് തിരിച്ചറിയാത്ത പെയിൻറ്റിങ്ങിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതല്ലാത്ത ഒരു പീരീഡിലുള്ള പെയിൻറ്റിങ്ങൾ, ക്ലാസിക് പെയിൻറ്റിങ്സുകൾ, ക്ലാസിക് സിനിമകൾ, അതുപോലെ നോവലുകൾ, ഇതൊക്കെ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾക്ക് നൈമിഷികമാണ്. 1 വർഷമോ 2 വർഷമോ 3 വർഷമോ അതിൻ്റെ ഒരു കാലഘട്ടമുള്ളൂ, പാട്ടുകൾക്കായാൽ പോലും. അത് കഴിഞ്ഞാൽ പിന്നീട് വരും കാലത്ത് വരും തലമുറകൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നതായിരിക്കും. അതിനെയായിരിക്കും നമ്മൾ ക്ലാസിക് എന്ന് പറയുന്നത്. ഞങ്ങൾ സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ് ഫോമിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ആദ്യം ഒരു ഫോം ആവശ്യമാണ്. അപ്പോൾ ട്രാഫിക് എഴുതുമ്പോഴും അത് ആവശ്യമായിരുന്നു. ഇപ്പോൾ നേരത്തെ പപ്പൻ ചോദിച്ചത് ആമോസ് പെറോസ് അല്ലെങ്കിൽ ബൈബിൾ അല്ലെങ്കിൽ അതുപോലത്തെ സിനിമകൾ. പക്ഷെ അതിനേക്കാളൊക്കെ മുമ്പ് ഞങ്ങളെ സ്വാധീനിച്ചത് റാഷമോണാണ്. റാഷമോണിലാണ് ആ ഒരു സ്ട്രക്ചർ ആദ്യമായിട്ട് കണ്ടത്. പിന്നെ ഈ പറയുന്ന പോലെ മലയാളത്തിൽ തന്നെ യവനിക വളരെയധികം സ്വാധീനിച്ച ഒരു സിനിമയാണ്. അപ്പോൾ ട്രാഫിക്കിലേക്ക് വരുമ്പോൾ ആ കഥ അത്തരം ഒരു സ്ട്രക്ചർ ആവശ്യപ്പെട്ടു എന്നുള്ളതും ഞങ്ങൾക്ക് സഹായകരമായി. കാരണം ഒരു ദിവസത്തിനുള്ളിൽ നടക്കുന്ന കഥയായിരിക്കണം. ആ ഒരു ദിവസത്തിനുള്ളിൽ പലരുടെ ജീവിതങ്ങളും പറഞ്ഞു പോകുന്ന കഥ ആയിരത്തോളം കാലം. ഒരു ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരാളുടെ കഥ പറയുമ്പോൾ അതേ 2 മണിക്ക് മറ്റേ ആൾ എന്ത് ചെയ്തു എന്നുള്ളതും ഞങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. അതാണ് ട്രാഫിക്കിൻ്റെ കഥ ആവശ്യപ്പെട്ടതാണ്. അതായത് ആ സ്ട്രക്ചറിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട കഥയല്ല. അതൊരു പത്രവാർത്തയിൽ നിന്നുണ്ടായ ഒരു സിനിമയാണ്. ആ പത്രവാർത്ത കണ്ടപ്പോൾ ഈ 24 അവേഴ്സിൽ ഈ പറയുന്ന രീതിയിൽ പറയണമെങ്കിൽ ഇത്തരം ഒരു സ്ട്രക്ചർ ആ കഥ ആവശ്യപ്പെടുന്നു എന്നുള്ളത് ആ കഥയിലേക്ക് ഞങ്ങളെ അട്രാക്ട് ചെയ്യാൻ ഉള്ള ഒരു കാരണം അതായിരുന്നു. കാരണം ഭയങ്കര ചാലഞ്ചിങ് ആണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകാൻ പാടില്ല എന്നുള്ളത്. ഓഫ് കോഴ്സ് ആമോസ് പെറോസ് ഈ പറഞ്ഞ പടങ്ങളെല്ലാം ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ആമോസ് പെറോസോ ബൈബിളോ റിപ്പീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചുണ്ടാക്കപ്പെട്ടതല്ല ട്രാഫിക് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ട്രാഫിക്കിൻ്റെ കഥ അത്തരം സ്ട്രക്ചർ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന പോലെ സ്ട്രക്ചർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സീൻ 1 മുതൽ 80 വരെ അല്ലെങ്കിൽ 100 വരെ 1, 2, 3, 4 ഇട്ട് ഒരു ജനറൽ സ്ട്രക്ചർ ഞങ്ങൾക്ക് ആദ്യം ആവശ്യമാണ്. കഥ ആവശ്യമാണ്. അതുപോലെ തന്നെ 1, 2, 3, 4 ഇട്ട് 100 വരെ അല്ലെങ്കിൽ 80 സീനുണ്ടോ അങ്ങനെ ആ സ്ട്രക്ചറിന് ശേഷം അത് പിന്നീട് മാറാം, എത്ര തവണ വേണമെങ്കിലും മാറാം. പക്ഷെ ആദ്യം ആ ഒരു മാപ്പ്, ഈ സിനിമ എന്താണെന്നുള്ളതിൻ്റെ ഒരു ബേർഡ്സ് ഐ വ്യൂ ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു സ്ട്രക്ചർ വെച്ച് ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അത് ഞങ്ങളുടെ രീതിയാണ്. അവിടെ സംവിധായകൻ എന്ന് പറയുന്ന ആൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുകയും ചെയ്യും. ഞങ്ങൾ ആദ്യം ചെയ്യുന്ന ഒരു സംവിധായകനോട് കഥ പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന ഒരു 4 വരി കഥയായിരിക്കും. ആ 4 വരി കഥയിൽ നിന്ന് ഒരുപാട് ചർച്ചകളിലൂടെ അത് വലിയ കഥയാകുകയും ഞങ്ങളൊരു 1 ലൈൻ എഴുതുകയും ഒരു സീൻ ഓർഡർ എഴുതുകയും ആ സംവിധാനമായിട്ടിരുന്ന ആ സീൻ ഓർഡർ വീണ്ടും പലതവണ മാറ്റി എഴുതുകയും സ്ക്രിപ്റ്റ് എഴുതുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലാണ് സ്ട്രക്ചർ ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഞങ്ങൾക്ക് ഒരിക്കലും സീൻ ഒന്ന് എഴുതുമ്പോൾ ഞങ്ങൾക്ക് അറിയണം 2 എന്താണെന്ന്, 2 എഴുതുമ്പോൾ ഞങ്ങൾ അറിഞ്ഞിരിക്കണം 3 എന്താണെന്ന്. അതല്ലാതെ ഞങ്ങൾക്ക് എഴുതാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ട്രാഫിക്കിൻ്റെ കാര്യം അങ്ങനെയായിരുന്നു. ആ കഥ ആ സ്ട്രക്ചർ ആവശ്യപ്പെട്ടു. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സ്ട്രക്ചറൽ പരീക്ഷണങ്ങൾ, ഒരു ഓഡിയൻ അതിന് വേണ്ടിയിട്ട് ഓപ്പൺ ആകുന്നത് എപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് പുതിയ ശീലത്തിനപ്പുറത്തേക്ക് പുതിയൊരു സംഗതി കിട്ടുമ്പോൾ ഇത് വളരെ പണം മുടക്കുള്ള ഒരു പരിപാടി ആയതുകൊണ്ടും വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് അത് ശരിക്കും എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു എക്സ്പെരിമെൻ്റൽ ഫോർമാറ്റിലൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഉറുമിക്ക് ശേഷം ഞാൻ എഴുതിയ നെത്തോലി ഒരു ചെറിയ മീനല്ല എന്നുള്ള സിനിമയാണ്. നെത്തോലി ഒരു ചെറിയ മീനല്ലക്കകത്തൊരു ഫിക്ഷണൽ വേൾഡും ഉണ്ട്. അതായത് അതിൻ്റെ അകത്ത് കഥാപാത്രം ക്രിയേറ്റ് ചെയ്യുന്നൊരു ഫിക്ഷണൽ വേൾഡും അയാളുടെ തന്നെ വേൾഡും തമ്മിലൊരു കോൺഫ്ലിക്റ്റാണ് ആ സിനിമയുടെ ബേസിക് ലൈൻ എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും അത് സാഹിത്യത്തിൽ നിന്നും ഇൻസ്പയർഡ് ആണ്. ഇൻഫാക്ട് ഞാൻ പിന്നീട് സംവിധാനം ചെയ്ത സിനിമ, അതായത് 18-ാം പടി എന്നുള്ള സിനിമ ശരിക്കും സിദ്ധാർത്ഥയിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. റാണി തക്ഷകൻ്റെ കഥയിൽ നിന്നും ഇൻസ്പയർഡ് ആണ്. സോ പ്രൈമർലി എൻ്റെ ഒരു പ്രോസസ്സിൽ ആ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഐ ടേക്ക് ഇറ്റ് ഒരു ഗ്രേറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്ന ഒരു സിംഗിൾ പോയിന്റിൽ നിന്നാണ്. ആ ഒരു കോൺഫ്ലിക്റ്റിംഗ് പോയിന്റിൽ നിന്നാണ് നമ്മൾ നോർമലി ഒരു സ്ക്രീൻ പ്ലേ സ്ട്രക്ചർ തുടങ്ങുന്നത്. പക്ഷേ ഈ ലീനിയർ നോൺ ലീനിയറിന് അപ്പുറത്തേക്ക് ഫ്രാക്ചേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്, സൈക്ലിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. സോ ഇറ്റ്സ് എ ലോട്ട് മെനി തിങ്സ് വിച്ച് മലയാളം ഇതുവരെ ചെയ്തിട്ടില്ലാത്ത
തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. ബട്ട് ബിക്കോസ് ഓഫ് അവർ ലിമിറ്റേഷൻസ് നമ്മളുടേതായ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ താർക്കോവ്സ്കിയുടെ സ്റ്റോക്കർ എന്ന് പറയുന്ന സിനിമ ഒരു സയൻസ് ഫിക്ഷൻ മെറ്റാഫിസിക്കലായിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ്. അത് നൊസ്റ്റാൾജിയ എന്ന് പറയുന്നതും ചിതറിക്കിടക്കുന്ന ഓർമ്മത്തുണ്ടുകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഡ്രീംസ് എന്ന് പറയുന്നതും അങ്ങനെ നമുക്കൊരു പ്രത്യേകിച്ചൊരു കഥയോ കഥാരീതിയോ ഒന്നും ഉണ്ടാവില്ല. സോ പ്രൈമറിലി പലയിടത്തായി കിടക്കുന്ന മെമ്മറീസിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആക്കുന്നു. അതാണ് ശരിക്കും സിനിമ എന്ന് പറയുന്നൊരു ലാംഗ്വേജിൽ നമുക്ക് അങ്ങനെ ഒരു ആബ്സ്ട്രാക്റ്റും കൂടെയുണ്ട്. കഥ എന്ന് പറയുന്നത് എഗെയിൻ വി ആർ ഗോയിങ് ബാക്ക് ടു ദ സാഹിത്യം ഓഫ് ഇറ്റ്. അതായത് കൃത്യമായിട്ടൊരു ക്ലാസിക് 3 ആക്ട് സ്ട്രക്ചറിലൊരു കഥ വേണം. ഒരു വരിയിൽ പറയാവുന്ന കഥ, അല്ലെങ്കിൽ നമുക്കൊരു ഒരു തോട്ട് എന്ന് പറയുന്നതിന് കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിനപ്പുറം സിനിമ ഈസ് എൻ ആർട്ട് വിച്ച് ആക്ച്വലി ഗിവ്സ് എൻ എക്സ്പീരിയൻസ്. അതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ആ ആർട്ടിനെ എല്ലാവരും ബേസിക്കലി ഒരു ക്ലാസിക്കൽ ഫോമായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ആലോചിച്ചാൽ ഓട്ടോറിക്ഷക്കാരൻ്റെ മകൾ വരെ പറഞ്ഞു. പക്ഷേ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന മലയാളത്തിൽ ആടുജീവിതം എന്നുള്ള സിനിമയിലാണ്. ആടുജീവിതം ഈസ് ബേസിക്കലി an adaptation from of the most widely read literature piece. നമ്മളത് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റാകും. ആടുജീവിതം എന്ന സിനിമയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ സംസ്ഥാന അവാർഡുകൾ എഴുത്തിനും സംവിധാനത്തിനും അഭിനയത്തിനും അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾക്കും കിട്ടിയത്. ഇവിടെ ഉണ്ടാകേണ്ട ഒരാൾ ശരിക്കും ബ്ലെസ് ചെയ്യണം. കാരണം തന്മാത്ര എന്ന സിനിമ അതുണ്ടായതും നമുക്ക് ഏറ്റവും ആദരണീയനായ ശ്രീ പത്മരാജൻ അങ്കിളിൻ്റെ ഓർമ്മ എന്നുള്ള കഥയുടെ ഒരു എലമെൻ്റ് എടുത്തുകൊണ്ടാണ് അദ്ദേഹം ആ മുഴുവൻ സിനിമയും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ശ്യാമപ്രസാദ് അദ്ദേഹത്തിൻ്റെ മിക്കവാറും സൃഷ്ടികളെല്ലാം തന്നെ അഗ്നിസാക്ഷി മുതൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സൃഷ്ടി വരെ എനിക്ക് തോന്നുന്നു എല്ലാം തന്നെ ഹി ഡിറൈവ്സ് ഹിസ് പ്രിമൈസ് ഫ്രം ലിറ്ററേച്ചർ. അപ്പോൾ ബേസിക്കലി ഇറ്റ് ഇസ് എ വെരി പേഴ്സണൽ ചോയ്സ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ലിറ്ററേച്ചറിൽ നിന്നാണോ, പാട്ടിൽ നിന്നാണോ, ചിത്രത്തിൽ നിന്നാണോ, ഏതിൽ നിന്നാണോ സിനിമയ്ക്കുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്നുള്ളത് ഈ ചർച്ചയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു വൈൻഡിങ് അപ്പ് ടൈമാണ്. ഒരു ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഒരു പാർട്ടിംഗ് നോട്ട് എന്ന് പറയുന്നത്, നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാലം ഈ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഓഡിയനെ, ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിരൽത്തുമ്പിൽ എന്തും ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു ഓഡിയനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഗോൺ ആർ ദ ഡേയ്സ് വെൻ the filmmakers are more intelligent, the filmmakers are more privileged എന്നുള്ളതിനപ്പുറത്തേക്ക് മോർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, മോർ ടാലൻറ്റഡ് ആയിട്ടുള്ള, മോർ ബോധവൽക്കരിക്കപ്പെട്ട ഒരു ഓഡിയന് മുന്നിൽ അവൻ്റെ ഒരു കലാസൃഷ്ടി കൊണ്ട് സർ ഇത് കാണണം എന്ന് അപേക്ഷിക്കുന്ന തരത്തിൽ കലാകാരന്മാർ വേദിയിൽ നിന്ന് സദസ്സിലേക്കും സദസ്സിലിരിക്കുന്നവർ വേദിയിലേക്ക് മാറുന്ന ഒരു കാലത്തിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഇപ്പൊ ഇത്രയും ഗൗരവമുള്ളൊരു ചർച്ച ആയതുകൊണ്ട് ഒരു തമാശ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അത് ശങ്കർ പറഞ്ഞൊരു വാചകത്തിൽ നിന്നാണ് കിട്ടിയത്. ഈ നമ്മൾ സ്ട്രക്ചർ വെച്ച് പരീക്ഷിക്കാം, നമുക്ക് എന്തും ചെയ്യാം, പക്ഷെ ഇതിന് പൈസ മുടക്കുന്ന ഒരു വ്യക്തിയുണ്ട് അല്ലേ? അപ്പോൾ ട്രാഫിക് എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ലിസ്റ്റിൻ സ്റ്റീഫനാണ്. ലിസ്റ്റിൻ അന്ന് 22 വയസ്സാണ് പ്രായം. അപ്പോൾ ഈ സിനിമ എല്ലാം ഓക്കെ ആയി റിലീസിൻ്റെ അന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്കൊരു വല്ലാത്ത ടെൻഷൻ തോന്നുകയാണ്. ഇത് ജനത്തിന് മനസ്സിലാകുമോ എന്ന്, ഈ സിനിമ മനസ്സിലാവുമോ എന്നുള്ളത് ഭയങ്കര ഒരു ടെൻഷനായിട്ട് ഞാൻ ലിസ്റ്റിനെ വിളിക്കുകയാണ്. ലിസ്റ്റിനെ വിളിച്ചിട്ട് ചോദിച്ചു, ലിസ്റ്റിൻ എനിക്കൊരു സംശയമുണ്ട്, ഇത് ഓഡിയൻസിന് മനസ്സിലാവുമോ? അപ്പോൾ ലിസ്റ്റിൻ്റെ മറുപടി ഇതായിരുന്നു, റിലീസ് ദിവസം പൈസ മുടക്കിയ പ്രൊഡ്യൂസറിനോട് ഒരു തിരക്കഥാകൃത്ത് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് ഇത്. അപ്പോൾ അതും പ്രധാനമാണ്. ഒരു കാര്യം മാത്രം പറഞ്ഞോട്ടെ, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പ്രശസ്ത തിരക്കഥ അധ്യാപകൻ, അദ്ദേഹം തിരക്കഥാകൃത്ത് കൂടിയാണ്, ടോണി ലസാറസ് പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്ന ഈ തരിശായി പോകുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ മനസ്സ് തരിശായി പോകുന്ന സമയങ്ങളിൽ അദ്ദേഹം പരീക്ഷിച്ച ഒരു ടെക്നിക്കുണ്ട്. കഴിഞ്ഞ എത്രയോ കാലമായിട്ടുള്ള ഓൾ ടൈം ഗ്രോസേഴ്സ്, മണി ഗ്രോസേഴ്സ് ആയിട്ടുള്ള 10 സിനിമകളുടെ ട്രെയിലേഴ്സ് എടുക്കുക, ഈ ട്രെയിലേഴ്സ് കാണുക, ആ ട്രെയിലേഴ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അദ്ദേഹം ഒരു തിരക്കഥ എഴുതി. ദാറ്റ് വാസ് സക്സസ്. അപ്പോൾ അത്തരം ചില പരീക്ഷണങ്ങൾ നിങ്ങളൊക്കെ നടത്തുന്നുണ്ടാകാം എന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം സഞ്ജു ഇവരൊക്കെ നിരന്തരം എഴുതുന്നവരല്ല, ബാക്ക് ടു ബാക്ക് എഴുതുന്നവരല്ല, അത്യാവശ്യം ഭൂമി തരിച്ചിട്ട് പിന്നീട് വിളവെടുക്കുന്ന എഴുത്തുകാരാണ്. സഞ്ജു പറഞ്ഞിട്ടുണ്ട്, ഓരോന്നിൻ്റെ ഇടയ്ക്ക് എഴുതുമ്പോൾ പോലും ചിലപ്പോൾ പുസ്തകങ്ങൾ ചിലത് നോക്കും, ചില സിനിമകൾ ഇട്ട് കാണും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം ഇൻസ്പിറേഷൻസ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി.
ഇത് ബോറിംഗ് ആയില്ല എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ശ്രീമതി ജ്യോതിർമയി ശങ്കറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇടപെടലമായ ഒരു ചർച്ചയായിരുന്നു ഇവിടെ നടന്നത്. സ്ക്രിപ്റ്റ് റൈറ്റിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ വളരെ അധികം ചെറിയ ചെറിയ കാര്യങ്ങളെ കൂടി ഞങ്ങളിലേക്ക് എത്തിച്ചു തന്നതിന് എത്രയധികം നന്ദി പറയണമെന്ന് അറിയില്ല. വളരെ മനോഹരമായ ഈ സായാഹ്നത്തിന് വേദിയിലുള്ള ഇവർക്ക് എല്ലാവർക്കും പ്രത്യേകം അതുപോലെ ഇവിടെ ഇത് കേട്ടിരുന്ന നല്ല ആസ്വാദകർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. എഴുത്തുകാരനും അഭിനേതാവും ആനപ്രിയനും സർവോപരി മനുഷ്യസ്നേഹിയുമായ ശ്രീ മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ 4ാമത് ഓർമ്മദിനത്തിൽ എനിക്ക് ഇവിടെ നിൽക്കാനുള്ള യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മകളാണ് എന്ന ഒരു ഉത്തരം മാത്രമേയുള്ളൂ. ആ തിരിച്ചറിവിൽ നന്ദി പറയുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. സർഗാത്മക സാഹിത്യവും തിരക്കഥയും എന്ന വിഷയത്തിൽ പാനൽ ചർച്ചയിൽ പങ്കെടുത്ത, കാശ്മീരത്തിലൂടെ ജനമനസ്സുകളിൽ ചേക്കേറിയ, മലയാള സിനിമാ ലോകത്തു നിന്നും ഒഴുമുറി വാങ്ങിപ്പോകില്ല എന്ന ദൃഢനിശ്ചയത്തോടെ മലയാള സിനിമയുടെ തലപ്പാവേന്തിയ ശ്രീ മധുപാലിനും, അങ്ങ് അച്ഛനെക്കുറിച്ച്, അച്ഛൻ്റെ ആകാര സൗഷ്ഠവത്തെക്കുറിച്ച് പറഞ്ഞു. സത്യം പറഞ്ഞാൽ മധുപാൽ സാറിൻ്റെ എനിക്ക് തോന്നുന്ന നീണ്ട ബ്ലാക്കിഷ് ആയിട്ടുള്ള മുടിയാണ് ഞങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യമായിട്ട് ചേക്കേറുന്നത്. നന്ദി സാർ. അതുപോലെ തന്നെ കേരള കഫേയിലൂടെ സിനിമാ ലോകത്തെത്തിയ നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിൽ തൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ശ്രീ ശങ്കർ രാമകൃഷ്ണനും ഞങ്ങളുടെ പ്രിയപ്പെട്ട അലക്സിക്കും നന്ദി. എൻ്റെ വീട്, അപ്പുവിൻ്റെയും, ട്രാഫിക്, നോട്ട്ബുക്ക്, മുംബൈ, ഉയരെ, ഹൗ ഓൾഡ് ആർ യു തുടങ്ങിയ എണ്ണമറ്റ ജനകീയ ചിത്രങ്ങൾക്ക് തിരക്കഥ രചിച്ച ബോബി സഞ്ജയ് കൂട്ടുകെട്ടിലെ ശ്രീ സഞ്ജയിനും ഞങ്ങളുടെ നന്ദി. അദ്ദേഹം ഇനിയും ഒരുപാട് ഇതുപോലെയുള്ള സിനിമകൾ എടുക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ശ്രീ പത്മരാജനെ ഓർക്കാതെ എങ്ങനെയാണ് അനന്തപത്മനാഭനിലേക്ക് എത്തുന്നത്? ഞങ്ങൾ എപ്പോഴും തൂവാനത്തുമ്പികളും പത്മരാജനും ഇല്ലാതെ ഒരിക്കലും അനന്തപത്മനാഭനെ ഓർക്കാറില്ല. ഈ പാനൽ ചർച്ചയിൽ മോഡറേറ്റ് ചെയ്ത നടനും എഴുത്തുകാരനും അതുപോലെ തന്നെ പത്മരാജൻ സാറിൻ്റെ മകനുമായ ശ്രീ അനന്തപത്മനാഭൻ സാറിന് ഞങ്ങളുടെ പ്രത്യേകം നന്ദി. അദ്ദേഹം ഒരു നടനുമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം നല്ല രീതിയിൽ കവിത ആലാപനം ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. ചെറിയ കുട്ടിയുടെ സമയത്ത് കവിത ചെല്ലും എന്നുള്ളൊരു അനിയതിയാണോ? ഓക്കെ, ശരി. അതുപോലെ തന്നെ ബാബു ജനാർദ്ദൻ സാറിനും മന്നപ്പകിട്ട്, അച്ഛനുറങ്ങാത്ത വീട് തുടങ്ങിയ സിനിമയ്ക്ക്, എണ്ണമറ്റ സിനിമയ്ക്ക് തിരക്കഥ രചിച്ച ബാബു ജനാർദ്ദൻ സാറിനും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നിവിടെ വെച്ച് 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെട്ടു. അശ്വത്ഥാമാവിൻ്റെ പുതിയ പതിപ്പും മാടമ്പ് വായനകൾ എന്ന ലേഖന പുസ്തകവും. അശ്വത്ഥാമാവിറക്കിയ DC ബുക്സിന് ഞങ്ങളുടെ നിസ്സീമമായ നന്ദി. മാടമ്പ് ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിക്കുന്ന മാടമ്പ് വായനകൾ എന്ന പുസ്തകത്തിനു വേണ്ടി ലേഖനങ്ങൾ തയ്യാറാക്കി തന്ന എല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് പരസ്യം തന്ന വൈദ്യരത്നം ഔഷധശാല, മാതൃഭൂമി എന്നീ സ്ഥാപനങ്ങളോടുള്ള ഞങ്ങളുടെ നന്ദി അകമഴിഞ്ഞതാണ്. കൂടാതെ ഈ ഓർമ്മ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ സഹകരിച്ച കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മറ്റ് അഭ്യുദയകാംക്ഷികൾക്കും ഞങ്ങൾ ഈ അവസരത്തിൽ ഞങ്ങളുടെ കൃതജ്ഞത അറിയിക്കുന്നു. വളരെ ഭംഗിയായി സ്റ്റേജ് ഒരുക്കി തന്ന, വർഷങ്ങളായി മാടമ്പ് മനയോട് അടുപ്പമുള്ള ശ്രീ ജോസിനോടും അതുപോലെ തന്നെ ഈ പരിപാടി നല്ല രീതിയിൽ നല്ല ഭക്ഷണം ഒരുക്കി തന്ന ചെറുപത്തൂരിനോടും ഞങ്ങളുള്ള നന്ദി അറിയിക്കുന്നു.
ഈ പരിപാടി സമൂഹത്തിലേക്ക് എത്തിച്ച വാർത്താ മാധ്യമങ്ങൾക്കും ഫോട്ടോഗ്രാഫിയും റെക്കോർഡ് ചെയ്ത അനിൽ സാറിനും ഞങ്ങളുടെ നന്ദി ഒരുപാടുണ്ട്. ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ജയചന്ദ്രൻ, ഒച്ചപ്പൻ, ഹരിദാസൻ, ബാബു തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഹോത്തൂസിൻ്റെ ഒരു വേദി ഒരുങ്ങിയ സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഇവിടെ വന്നാൽ എല്ലാവരും ഇവിടെയാണ് ജനിക്കുന്നുണ്ടെങ്കിൽ ഒരു കഥയെങ്കിലും എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് കഥ മാത്രമല്ല, ഇവിടെ ജീവിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും ജീവിക്കാനും പഠിച്ചിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. ഇത് ശരിക്കും ഒരു യൂണിവേഴ്സിറ്റിയാണ്. അത് ഞങ്ങൾ അതേ രീതിയിൽ നിലനിർത്താൻ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായ നിബു നൈനാൻ പറഞ്ഞത്, എനിക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായാലും ഞാൻ എപ്പോഴൊക്കെയാണോ ഡൗൺ ആവുന്നത് ആ സമയത്ത് ഞാൻ വായിക്കുന്ന ഒരേ ഒരു പുസ്തകം അമൃതസ്യ പുത്ര ആണ് എന്നാണ്. അപ്പൊ ആ ഒരു ഊർജം ഇനിയും അദ്ദേഹത്തിന്റെ രചനകളിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും വരും കാലങ്ങളിൽ നല്ല രീതിയിൽ മാടമ്പ് ഓർമ്മ ഇനി വീണ്ടും തുടർന്നു പോകും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.